ജോയിസ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകസ്ഥാപനത്തിനു മുന്നമേ നമ്മെ തിരഞ്ഞെടുത്തവനായ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യമാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. 72 വയസ്സ് കഴിഞ്ഞതായ ഒരു മാതാവിന്റെ സാക്ഷ്യമാണ്. ഈ വാർദ്ധക്യമായ സമയത്ത് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ലോകത്തിലോട്ട് വിളിച്ചു പറയണമെന്നും അനേക ദൈവമക്കളും അറിയിക്കണമെന്നും ആ പ്രിയ മാതാവ് തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ പകൽക്കാലം ആ മാതാവുമായിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ആ മാതാവിനെ ദൈവം നടത്തിയ വിധങ്ങളും വഴികളും കേൾക്കുമ്പോൾ നിങ്ങളുടെയും ആത്മീക ജീവിതത്തിനും ദൈവത്തിന്റെ മഹാപ്രവൃത്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനും ഇടയായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ പ്രിയ മാതാവിനെ ജോയിസ് ടിവിയിലേക്ക് ഹാർദവുമായി തന്റെ അനുഭവം പറയുന്നതിനായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആന്റി, കർത്താവ് സഹായിക്കട്ടെ. ആന്റിയുടെ സാക്ഷ്യത്തിനകത്തേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ പ്രിയ മാതാവുമായി കടന്നു വരുവാനും ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് നടത്തിയ വിധങ്ങള്, കർത്താവ് വിടുവിച്ച വിധങ്ങളൊക്കെ കർത്താവെ ലോകത്തോട് പറയുവാൻ ആ ദാസി ആഗ്രഹിച്ചിരിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലും കേൾക്കുന്നവർക്കും അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ട് തന്നെ വിടുവിച്ച ദൈവത്തിന്റെ മഹത്വത്തെ അറിയുവാനും അത് പറയുവാനും ഒക്കെ ആ പ്രിയ മാതാവിനെ ദൈവം ബലപ്പെടുത്തിയാട്ടെ. നമ്മുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം സ്തോത്രം. ആന്റി എവിടുന്നാ ഇപ്പൊ നമ്മളോടൊത്ത് ഇതിനകത്ത് ചേർന്നേക്കുന്നേ? ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാട്ടെ. ഞാൻ ആലപ്പുഴ നൂറിനാട് പടനില എന്ന സ്ഥലത്തു നിന്നാണ് എന്റെ സാക്ഷ്യം പറയുന്നത്. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. സാക്ഷ്യം പറഞ്ഞു. ആമേൻ. ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. എന്റെ മാതാപിതാക്കൾക്ക് 6 മക്കൾ, 3 ബ്രദേഴ്സ്, 3 സിസ്റ്റേഴ്സ്. അതിൽ മൂന്നാമത്തെ ആളാണ് ഞാന്. അതിൽ ഒരാള് ബഹ്റിനിൽ വെള്ളപ്പാച്ചിലിൽ മരണപ്പെട്ടു. ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഉണ്ട്. എല്ലാരും സന്തോഷമായിട്ട് ജീവിക്കുന്നു. എന്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ അധികം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു കുട്ടിക്കാലവും യൗവനവും ഒക്കെ ആയിരുന്നു എന്റെ ബാല്യകാലം. എന്റെ മാതാപിതാക്കൾ കൃഷിക്കാരായിരുന്നു, വലിയ കൃഷിക്കാരായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ജോലിയൊക്കെ ഉണ്ടെങ്കിലും നല്ല സന്തോഷമായിട്ടുള്ള ജീവിതമാണ് ഭവനത്തിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ വളർന്നു. ഒരു 23-ാമത്തെ വയസ്സിൽ എന്റെ വിവാഹം നടന്നു. അതൊരു ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹമായിരുന്നു. എന്റെ വീട്ടിന്റെ അടുത്തുള്ള ആ ഒരു വാർഡിൽ തന്നെയുള്ള ആളാണ് എന്നെ വിവാഹം കഴിച്ച ആള്. ആ വിവാഹം കഴിച്ച ആളിന്റെ സ്ഥലത്തിന്റെ എന്റെ ബിസിനസ് സ്ഥലവും എന്റെ ഭവനവും അതിന്റെ ആരംഭവുമാകുന്നു. അങ്ങനെ ആകുന്നു. ഞങ്ങൾ ഒരു വാർഡ് തന്നെ ആയിരുന്നു. ഞങ്ങളിങ്ങനെ അനുഗ്രഹമായിട്ടുള്ള ജീവിതമായിരുന്നു. എന്റെ ഹസ്ബൻഡിന്റെ ഭവനത്തിലും 5 സഹോദരന്മാർ, അമ്മ, അച്ഛൻ. ഞങ്ങൾ അവിടെയും നല്ല സന്തോഷപ്രദമായിട്ടുള്ള ജീവിതമാണ് ജീവിച്ചത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു മകൾ ജനിച്ചു. അവൾ ഒരു വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ അടുത്ത് തന്നെ വസ്തു വാങ്ങിച്ച് ഞങ്ങൾ വേറെ വീട് വെച്ച് താമസമാകുവാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ സമ്പത്ത് ഇങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്കുണ്ടായി. പിന്നെ തിയേറ്ററുകളുണ്ടായി, ബിസിനസ്സുകളുണ്ടായി, മെഡിക്കൽ ഷോപ്പ് ഉണ്ടായി, ഫൈനാൻസ്, പിന്നെ അമ്പലം പിടിക്കുക, റബ്ബർ സ്ലോട്ടർ, മാർക്കറ്റ് ലേലം വിളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ബിസിനസ്സുകൾ ഇങ്ങനെ ആരംഭിച്ച് പെട്ടെന്നൊരു ഉയർച്ചയിലേക്ക് എത്തി. വർഷങ്ങൾ കഴിഞ്ഞ് മോളൊക്കെ ആയി. ഒരു മോനുമായി. അവള് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു. മോനും അപ്പൊ കോളേജിൽ തന്നെ പഠിക്കുന്ന സമയമാണ്. ഈ ഉയർച്ച 10-20 വർഷം കൊണ്ടായി. മോടെ 1 വയസ്സാകുമ്പോഴാണ് ഞങ്ങൾ വേറെ താമസമായി ആയത്. ആ 20 വർഷം ആയപ്പോ തന്നെ 20 വർഷത്തോളം നല്ല സമ്പത്തിന്റെ അഭിവൃദ്ധിയിൽ ജീവിച്ചു.
അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നത് ക്ഷയിക്കാൻ തുടങ്ങി. ഓരോന്നോരോന്നോരോന്ന് കുറയാനും തുടങ്ങി. എനിക്ക് ആ കാലഘട്ടത്തിൽ ഒരു വലിയ ഒരു രോഗം പിടിപെട്ടു. വലിയ രോഗം ഒന്ന് പിടിപെട്ടാൽ എന്റെ കൈക്ക് ഭയങ്കര വേദന. ഡോക്ടർമാർ ഒരുപാട് പേര് ചികിത്സിച്ചിട്ടും എനിക്കതൊന്നിനും ഒരു ഭേദമില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, പിന്നെ എറണാകുളത്ത് ടേബ് ചികിത്സ എന്നൊരു ചികിത്സയുണ്ട്, അവിടെ അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ചികിത്സയാണ്, അവിടെ പോയാൽ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. ഹസ്ബൻഡും ഞാനും 3 മാസം താമസിക്കാനുള്ള ഒരു ക്രമീകരണത്തോടു കൂടി അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, എല്ലിനകത്തെ മജ്ജയ്ക്കകത്തുള്ള അസുഖമാണ് ഇത്, വെളിയിൽ നിന്ന് മെഡിസിൻ വരുത്തണം. പിന്നെ അങ്ങനെ ചികിത്സിച്ചാലും 100 രോഗികളെ എടുത്ത് ചികിത്സിച്ചാലും 1-2 പേർക്ക് സുഖമായി കിട്ടിയതും ഞങ്ങൾ കണ്ടിട്ടുള്ളൂ എന്ന് പറയുവാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മള് കുഞ്ഞുങ്ങൾ കഴിയാനുള്ള പൈസ ഇവിടെ കൊണ്ട് കളയണ്ട, നമുക്ക് അങ്ങ് പോകാം. അവരേറ്റ് ചികിത്സിക്കുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഭവനത്തിൽ മടങ്ങി വന്നിട്ട് പിന്നെ ഈ ആയുർവേദത്തിലോട്ടുള്ള ഇതായി. അപ്പോഴാ എറണാകുളത്തുള്ള ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കൈ ഓപ്പറേഷൻ ചെയ്യരുത്, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മജ്ജയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ കൈ സ്റ്റഡിയായിട്ട് കിടക്കും, കുളിച്ചു തോത്തുന്ന ഒരു തോർത്ത് പിഴിയരുത്, ഒരു ചൂലെ പോലും പിടിക്കാനുള്ള ഒരു ഹെൽപ്പ് നിങ്ങളുടെ കൈക്ക് ഇല്ലാത്തത് കൊണ്ട് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു. പിന്നെ ഇത് കേട്ടിട്ടാണ് ഞങ്ങൾ ഈ ആയുർവേദത്തിലോട്ട് വരുന്നത്. അവിടെ ഒത്തിരി ചികിത്സയിലൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴേ ഇതങ്ങനെ എനിക്ക് വേദനയ്ക്ക് കുറവൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡിന് കുവൈറ്റിൽ പോകാനുള്ള ഒരു അവസരം ഉണ്ടായി. ദൈവത്തെ അറിയാനുള്ള ഒരു മുഖാന്തരം. അതിനിപ്പുറം വെച്ച് ഒരുപാട് വിഗ്രഹങ്ങളും കിടാവിളക്കും ഒക്കെ ആയിട്ടുള്ള ഒരു വെച്ചാശ്രയമുള്ള ഭവനമാണ് എന്റെ ഭവനം. അതിനുള്ള എല്ലാ സാമഗ്രികളും ഉണ്ട്. സോപ്പ് കമ്പനി, ഫാക്ടറി, പുരയിടം നിറച്ച് വണ്ടികള്, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുവൈറ്റിൽ ഹസ്ബൻഡ് കടന്നുപോയി. കടന്നു ചെന്ന് കഴിഞ്ഞ് അവിടെ പ്രെയർ ഉണ്ട്, സഹോദരന്മാരുടെ മീറ്റിംഗ്, എല്ലാ ഫ്രൈഡേ അവരുടെ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ എന്റെ ഹസ്ബൻഡിനെ കൂടെ കൊണ്ടുപോകും പിന്നെ പ്രേയറിന്. ഇവിടെ വലിയ ആചാരം വേറൊരു രീതിയിൽ നടക്കുമ്പോ അവിടെ സ്തുതിയും സ്തോത്രവും ഹല്ലേലൂയ എന്നും എന്റെ ഹസ്ബൻഡിന് പിടിക്കുന്നില്ല. ഒരു സന്തോഷവും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. അപ്പം ബാക്കിയുള്ള സഹോദരന്മാര് പറയും, എന്താ രാജിന് മാത്രം ഒരു സന്തോഷം ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോ പറയും, എന്റെ ഭാര്യ, ഞാൻ ഇവിടെ ആണ്, നിങ്ങളുടെ അടുത്താണെങ്കിലും എന്റെ മനസ്സ് എല്ലാം നാട്ടിലെ എന്റെ ഭാര്യയുടെ അസുഖം ഇവര് ഓർത്ത് എനിക്ക് വിഷമമാണ്. അതുവരെയും കൂട്ടുകാരോടൊന്നും എന്റെ വേദന അസുഖത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താണ് അസുഖം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന പോലുള്ള തകരാറുകളാന്ന് പറഞ്ഞപ്പോ ആ സഹോദരന്മാര് വിഷയം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, നിന്റെ രോഗവിവരം വെച്ച് ഞങ്ങൾ ഇവിടെ കുറച്ചു പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു, അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നതേ ഉള്ളൂ, എനിക്ക് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല ഇങ്ങനെ പറഞ്ഞു. അവരിങ്ങനെ പ്രാർത്ഥന നിർത്തിയില്ല, പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോ, കുറച്ചുനാളല്ല മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് പറയുവാണ്, നമ്മൾ സേവിക്കുന്ന ദൈവമല്ല, യഥാർത്ഥ ദൈവം യേശുക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ നമ്മളെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെയുള്ള ഒരു വാക്ക് എന്റെ ഹസ്ബൻഡിൽ നിന്ന് ഞാൻ കേട്ടു. അപ്പോഴും വീട്ടിൽ വേറുള്ള വിളക്കുകളും ഫോട്ടോസും ആരാധനയും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഇരുന്ന അപ്പം നാട്ടിൽ നിന്ന് വീട്ടിലൊക്കെ വിസിറ്റിംഗ് ചെല്ലുന്ന ദേവദാസന്മാരൊക്കെ വീട്ടിൽ വരാൻ തുടങ്ങി. അവര് നാട്ടിൽ വരുമ്പോൾ വരാൻ തുടങ്ങി. എനിക്ക് വേണ്ടി പ്രാർത്ഥന അവിടെ കൂടുതലായിട്ടുണ്ടായിരിക്കുന്നു. ഇങ്ങനെ ഈ സമയത്ത് ഹസ്ബൻഡ് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വിശ്വാസം ആകെ മാറി എന്നുള്ള ഒരു ധാരണ ദേശക്കാരുടെ ഇടയിലെല്ലാം ആയിക്കഴിഞ്ഞു. അപ്പൊ കത്തോലിക്ക സഭയിൽ നിന്ന് വരുന്നു, TPM-കാര് വരുന്നു, ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അവര് വീട്ടിൽ വന്ന് കൂടുതൽ അംഗങ്ങളായിട്ട് വന്ന ഒരു വലിയ വ്യത്യാസം ദേശത്ത് നടക്കുന്ന രീതിയിൽ ലോകം ഇളകി. ആ രീതിയിലുള്ള പ്രാർത്ഥനയെല്ലാം അങ്ങ് നടന്നു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഞങ്ങളുടെ മനസ്സ് മാറി എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ദൈവദാസി അവിടെ വന്നു. അമ്മണി എന്ന് പറയുന്ന ഒരു ദൈവദാസി, എന്റെ ഏജ് കാണും. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ ഈ വചനം പഠിപ്പിക്കാൻ തുടങ്ങി. കുറച്ച് വചനമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പന്തളത്ത് മത്തായി ഔട്ട്റീച്ച് മിനിസ്ട്രി എന്ന ആ ചർച്ചിൽ ഞങ്ങൾ പോകാൻ തുടങ്ങി. ആ ചർച്ചിൽ പോയി ആരാധന നടത്തി അങ്ങനെ ആരാധനയ്ക്ക് കടന്നു പോകുന്നു. അപ്പോഴെനിക്ക് എന്റെ സ്ഥിതിക്കൊക്കെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ കൈയുടെ
പിന്നെ അപ്പൊ പല 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 കൂട്ടായിട്ടുള്ള പ്രാർത്ഥനകളും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം വേദനയ്ക്ക് കുറവുണ്ട്. അപ്പം എനിക്കറിയാവുന്നതായ ആ വിശ്വാസം ഞാൻ എല്ലാവരോടും ആ പന്തളത്ത് പോയി ഞങ്ങൾ പിന്നെ പ്രേയറിന് പോയി. അപ്പൊ പ്രേയറിന് പോയി കഴിഞ്ഞപ്പോ ഞാൻ എന്റെ അനുഭവം കൂടുതൽ പേരോട്, എന്റെ അയൽപക്കത്തുള്ളവരോട് ഷെയർ ചെയ്യാൻ തുടങ്ങി. അവരെയും ഞാൻ പ്രാർത്ഥനയ്ക്ക് കൂട്ടിക്കൊണ്ട് പന്തളത്ത് പോയി. പന്തളത്ത് പോയി കഴിഞ്ഞ് പിന്നെ അവിടെ ഒത്തിരി പേരെ ഞാൻ ഇവിടെ എന്റെ ഭവനത്തിന്റെ അടുത്തു നിന്ന് ആ പന്തളത്ത് കൊണ്ടുപോയി. അങ്ങനെ ആയപ്പോ ദേവദാസൻ പറഞ്ഞു, അവിടെ തന്നെ ഒരു ചർച്ച്, ഒരു ആരാധന നടത്താൻ ഞാനൊരു ദേവദാസനെ വിട്ടുതരാം എന്നുള്ള രീതിയിൽ പിന്നെ അധികം താമസിക്കാതെ എന്റെ ഭവനത്തിൽ ആരാധന തുടങ്ങി. ആ 2002 ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനിടയായി. ആ പന്തളത്ത് ആ ചർച്ചിലാണ് ഞങ്ങൾ സ്നാനപ്പെട്ടത്. അങ്ങനെയായി. ഈ ദേവദാസിയാണ് ഞങ്ങൾക്ക് പിന്നെ കർത്താവിനെ കുറിച്ചെല്ലാം ഇങ്ങനെ ദിനംതോറും വന്ന് പറഞ്ഞു തന്ന് ഞങ്ങൾക്ക് അതങ്ങ് മനസ്സിലായി, വിശ്വാസമായി. അപ്പോൾ ഞങ്ങൾ പിന്നെ ഈ ഫോട്ടോസ് എല്ലാം എടുത്തു കളയാനും വിളക്കിന്റെ ആ രീതികളെല്ലാം അങ്ങ് മാറ്റി അവിടെ ശൂന്യമാക്കിയിട്ട് ഞങ്ങൾ കർത്താവിനെ മാത്രം ആരാധിക്കാൻ ഇങ്ങനെ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ വിശ്വാസമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചർച്ചിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ ദേവദാസൻ ഞങ്ങളെ സ്നാനപ്പെടുത്താൻ ഒരുക്കമായിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഞങ്ങള് ഈ സ്നാനം അത്രത്തോളം എത്തിയിട്ടില്ല, വചനമൊന്നും ഉള്ളിൽ ഉറച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് സ്നാനപ്പെടാനുള്ള ഒരുക്കത്തോടല്ല വന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി ഒരു അവസരത്തിൽ വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇനി പോന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2002 ജാനുവരി 27 എനിക്ക് ഒരു ദൈവശബ്ദം കേൾക്കാൻ ഒരു ഭാഗ്യം കിട്ടി. സ്നാനപ്പെടുക എന്നുള്ള ഒരു ദൈവശബ്ദം കേട്ടിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അടുത്ത സൺഡേ നമുക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ദൈവശബ്ദം കേട്ടാണ് സ്നാനപ്പെടാൻ പോയത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സ്നാനപ്പെട്ടു. അങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇതും എല്ലാവരും അറിഞ്ഞല്ല. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയിട്ടുള്ളവരൊക്കെ സ്നാനപ്പെടാൻ തുടങ്ങി. എല്ലാരും പന്തളത്താണ് സ്നാനപ്പെടുന്നത്. അങ്ങനെ സ്നാനപ്പെട്ട് എന്റെ ഭവനത്തിൽ നിന്നും എന്റെ മോടെ കല്യാണം കഴിഞ്ഞു. അവിടെ തിരുവനന്തപുരത്താണ് കെട്ടിച്ചുകൊണ്ടുപോയത്. ആ സമയത്ത് ഞാൻ ചില ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് പോകുമായിരുന്നു. ആ ഒരു ഉറക്ക സമയത്ത് ഞാൻ നല്ലൊരു ദർശനം കാണുക. നല്ല വെള്ള പാല് ചാടുന്ന രീതിയിൽ ഒരു മലവെള്ള പാച്ചിലും അത് നല്ല അത് പറഞ്ഞു വർണ്ണിക്കാനൊക്കത്തില്ല. ആ രീതിയിലുള്ള ഒരു ദർശനം ഞാൻ കാണുക. വെള്ളത്തിനൊന്നും അത്രയുള്ള സൗന്ദര്യ ഭംഗിയില്ല, അത്രയ്ക്ക് തേജസ്സേറിയ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ കാണുകയാണ്. ഞാൻ ഇങ്ങനെ കണ്ടിച്ചിട്ട് കഴിഞ്ഞപ്പോഴേ അത് അങ്ങ് അപ്രത്യക്ഷമായി. അപ്പൊ എനിക്ക് അങ്ങ് വിഷമമായി പോയി. എനിക്ക് ഇച്ചിരി നേരം കൂടെ അത് കാണണമായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ അങ്ങനെ ഒരു ദർശനം കണ്ടു. പിന്നീടാണ് എനിക്കത് സ്വർഗീയ കനാലാണ്, ദൈവം നമ്മളെ കൊണ്ടുപോകാനിരിക്കുന്ന ദേശമാണെന്ന് എന്നെ വർഷങ്ങൾക്ക് മുന്നമേ തന്നെ ആ ദർശനമാണ് കാണിക്കുന്നത്. പിന്നെ ദൈവശബ്ദം കേട്ടു സ്നാനപ്പെടണമെന്നും ഒക്കെയുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടായി. ആന്റി പിന്നെ അതിന് മുന്നേ ആന്റി ഇവിടെ പോയല്ലോ, ഒരു കത്തോലിക്കാരൻ. അതിലൂടെ പറഞ്ഞു അപ്പൊ ആ സംഭവങ്ങൾ പറഞ്ഞു. അങ്ങനെ ഈ മോളാണ് പറഞ്ഞത്, നമുക്ക് ഈ ക്ഷീണാവസ്ഥയൊക്കെ ആയപ്പം പത്തനാപുരത്ത് മരുതമൂട് പള്ളിയിൽ പോയി നമുക്ക് 9 ആഴ്ച പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിടുതൽ കിട്ടും. അപ്പൊ അവൾക്ക് 21 വയസ്സുണ്ട്. അപ്പൊ അവള് അവിടെ വിവാഹത്തിനായിട്ട് എഴുതി. മോടെ വിവാഹത്തിന്റെ മുന്നേ ഉള്ള കാര്യമാണോ? വിവാഹത്തിന് മുമ്പേ ഉള്ള കാര്യമാ. അപ്പം അവിടെ പോയി വിവാഹത്തിന്റെ കാര്യത്തിനായിട്ട് പിന്നെ എഴുതി വെച്ചവള് പ്രാർത്ഥിച്ച് ആ 9 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് അവൾക്ക് വിവാഹം അത് കറക്റ്റായി. വിവാഹം കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദല്ലാളന്മാരും ആരുമില്ല. എന്റെ ഹസ്ബൻഡിന് വെണ്ടർ ലൈസൻസ് ഉണ്ട്. ഒരു പത്ര ഓഫീസിൽ ഇരിക്കുമ്പോ ഏതോ ഒരു ന്യൂസ് പേപ്പറിനകത്ത് ഒരു പഴകിയ ഒരു ഷീറ്റ് പേപ്പർ കിട്ടി. അതിനകത്ത് ഇങ്ങനെ പിന്നെ വധുവിനെ ആവശ്യമുണ്ട്. അപ്പൊ ഞങ്ങൾ ആഗ്രഹിച്ച പ്രകാരമുള്ള ന്യൂസ് ആണ് കണ്ടത്. അപ്പോഴത് ചുരുട്ടി എടുത്തു കൊണ്ടുവന്ന് എന്റെ ഹസ്ബൻഡ് മോടെ കൈ കൊടുത്തപ്പോ ആരെല്ലാം വന്നിട്ടും അവൾക്ക് അതൊന്നും ഇഷ്ടമായില്ല. അവൾക്ക് ഈ ഒരു പിന്നെ ഇത് കണ്ടപ്പോ അവൾക്ക് അച്ഛനോട് പറഞ്ഞ ഇത് മതി, എനിക്കിത് ഇഷ്ടമായി എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ വിവാഹം നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴും ഇവര് രണ്ടുപേരും മരുമോനും മോള് സ്നാനപ്പെട്ട് അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ പിന്നെ മോന്റെ വിവാഹമായി. മോന്റെ വിവാഹം അവരും
മരുതുമൂട്. അങ്ങനെ ആ മരുതുമൂട് പള്ളിയിൽ പോയി പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെയും പോകും ഈ വിശ്വാസം ഉണ്ട്. വിളക്കുകളെല്ലാം എടുത്ത് മാറ്റിയെങ്കിലും വേറെ ഒരു വ്യത്യാശ്രയം ഒന്നുമില്ല. പിന്നെ പിന്നെ അത് നമുക്ക് പാടില്ലാത്ത ഒരു ആരാധനയായിരുന്നു എന്ന് മരുതുമൂട്ടിൽ ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ എന്റെ അയൽപക്കത്തുള്ളവരെയും ആ മരുതുമൂട്ടിലോട്ട് കൊണ്ടുപോയി എന്റെ ചെലവില്. അപ്പോഴേ എന്റെ മോൻ കുവൈറ്റിൽ പോയിട്ട് 1 വർഷം കഴിഞ്ഞപ്പോ അവനും ഭവനത്തിൽ തിരിച്ചു വന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞിടാ, ഞാൻ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന് 9 ആഴ്ച പോകണം, ഇത് 6ാം ആഴ്ച ആയതേ ഉള്ളൂ, ഇന്ന് എന്റെ കൂടെ വരാൻ ആരുമില്ല, പിന്നെ ഞാൻ തന്നെ അത് പോകും, ആദ്യത്തെ സെക്ഷൻ 7 തുടങ്ങും, അതുകൊണ്ട് ഞാൻ ആദ്യത്തെ സെക്ഷൻ ഇരുന്നിട്ട് പെട്ടെന്ന് ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് മോന്റെ അടുത്ത് പറഞ്ഞിട്ട് പോകുമ്പോ ഈ പുനലൂര് കായംകുളം റൂട്ടിന്റെ സൈഡിലായി പത്തനാപുരം എന്ന് പറയുന്ന ചെർപ്പള്ളി, അവിടെ ഭയങ്കര ആൾക്കൂട്ടവാ. 2-3 ട്രിപ്പ് വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞെങ്കിലേ അവിടുത്തെ തിരക്ക് കുറയത്തുള്ളൂ. അപ്പൊ ഞാൻ കായംകുളത്തിന് പോകുന്ന ബസ്സിലൊക്കെ തിരക്ക് കുറയട്ടെന്ന് ചൊല്ലി ഞാൻ നിന്നപ്പോ ഒരു 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ലേഡി എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ആന്റി എവിടെ പോകാൻ നിൽക്കും? ഞാൻ പറഞ്ഞു എനിക്ക് നൂറിനാട് പോകാൻ നിൽക്കുമെന്ന് പറഞ്ഞപ്പോ പറയും, ഞങ്ങള് ചെനക്കരയാ, ആ നൂറിനാട് അടുത്ത സ്പോട്ടാണ് ഈ ചെനക്കര. അപ്പം ആന്റി വരുന്നു, ഞങ്ങള് കാറിൽ. ആന്റിച്ച് വേറെ ആരുണ്ട്? ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷമായി. ഞാൻ അനേകരെ എന്റെ ചെലവിൽ ഇവിടെ കൊണ്ടുവരുമല്ലോ, അപ്പം ദൈവം എനിക്കൊരു ലിഫ്റ്റ് തന്നതാ എന്നുള്ള രീതിയിൽ ഞാൻ ആ കാറിൽ കയറാൻ ചെന്നപ്പോ ഒരു കൊന്ത കിടക്കുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും കൂടെ സന്തോഷമായി ആ കൊന്ത കണ്ടപ്പോഴേ. അപ്പൊ ഞാനന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോകുന്ന സമയം, എനിക്ക് ലോകമായിട്ട് ഒരു പരിചയമില്ല, ഒരു ന്യൂസ് കേൾക്കുന്നില്ല, ഒരു പേപ്പർ വായിക്കുന്നില്ല, ഒരു മീഡിയയും ഞാൻ അന്ന് ശ്രദ്ധിക്കപ്പെടുന്ന സമയമില്ല. കടാ വീട് എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ പാച്ചില്ല. അപ്പൊ ഞാൻ ആ കാറേ കയറി യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു വലിയ വിഭാഗ പാർട്ടിയുടെ കാർ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ കാറ് റോഡിന്റെ സൈഡിൽ ഒതുക്കി കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്താ വണ്ടി പോകാത്തേന്ന് ചോദിച്ചപ്പം അവര് പറഞ്ഞു, ഒരു വിഭാഗ പാർട്ടിയുടെ വണ്ടി പോയി കഴിയട്ടെ, നമുക്ക് പോകാനുള്ള റൂട്ട് അതാ. ഇങ്ങനെ പറഞ്ഞു. ഇവര് ഫ്രണ്ടിൽ ഹസ്ബൻഡിന്റെ അടുത്തിരിക്കാതെ ഇവര് ബാഗ് വന്ന് എന്റെ അടുത്ത് ഇരിക്കുവാണ്. ഞാൻ ചോദിച്ചു, എന്താ ഫ്രണ്ടിൽ ഇരിക്കാത്തെന്ന് ചോദിച്ചപ്പോ പടിഞ്ഞാറു നിന്നുള്ള വെയിൽ കൊണ്ട് എനിക്ക് തലവേദന എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് ഇവര് വന്നിരുന്നിട്ട് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവോ ഇവര്. നമ്മള് സത്യസന്ധതയിലെ 2 വീടും ഒരുപോലെ ആയി. അവരുടെ വീട് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ഇവരുടെ വിധം അങ്ങ് മാറിയിട്ട് എന്റെ ശരീരത്തിൽ എന്റെ മാലയൊക്കെ ഊരിയെടുത്ത്, എന്റെ വള ഊരിയെടുത്ത്, ആ മാല ഊരുന്ന സമയത്ത് ഞാൻ അവരുമായിട്ട് മൽപ്പിടുത്തി. ഇവരുടെ രീതി പെട്ടെന്നല്ലേ മാറിയത്. അപ്പൊ മാല ഊരുന്ന സമയത്ത് ഞാനും അവരുമായിട്ട് ആ സീറ്റ് മൽപ്പിടുത്തം ഉണ്ടായി. അപ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്ന ഡ്രൈവർ ഒരു മുറയിൽ എന്റെ സീറ്റ് വന്നിരുന്നു. പിന്നെ എന്റെ മാല ഊരി കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ച അപകടത്തിൽ പെട്ടല്ലോ, എന്നെ നല്ല രീതിയിലല്ലല്ലോ യാത്രയ്ക്ക് വിളിച്ചത് എന്നുള്ള ഒരു മാല ഊരി എടുത്തു കഴിഞ്ഞു. ആ മാല ഊരിയപ്പോ ഞാനും ഇവരുമായിട്ട് നല്ല മൽപ്പിടുത്തം സീറ്റിൽ കിടന്നുണ്ട്. അപ്പൊ ഡ്രൈവർ പിന്നെ ഒരു കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യുക, ഒരു കൈ കൊണ്ട് എന്നെ ആക്രമിക്കുകയും ചെയ്യുക. ഈ ഡ്രൈവർ എന്ന് പറഞ്ഞ പുരുഷനായ ഭർത്താവ് അങ്ങനെ ഇങ്ങനെ വളയൂരിയും പിന്നെ ഇവരെല്ലാം എടുത്തു കഴിഞ്ഞ് എന്റെ കൈ ഏഴക്കയറ് കൊണ്ട് അങ്ങ് കൂട്ടി മുറുക്കി ഞെരുക്കി അങ്ങ് കെട്ടി. ഇപ്പോഴും എനിക്ക് ആ രംഗം ഓർമ്മ ഭയവാ. അങ്ങനെ അങ്ങ് മുറുക്കി കെട്ടി വെച്ച് ഒരു നല്ല തോർത്തെടുത്ത് എന്റെ കഴുത്തും അങ്ങ് ഞെരിച്ചങ്ങ് കെട്ടിയിട്ടിട്ട് ഞാൻ അതിനു മുമ്പ് തന്നെ കഴുത്ത് കെട്ടുന്നതിന് മുമ്പ് എന്റെ കർത്താവേ എന്ന് ഞാൻ വിളിച്ചു പോയി. അപ്പൊ നിന്നെ രക്ഷിക്കാൻ ആരും വരത്തില്ലടി എന്ന് അവര് ഭയങ്കര ഒരു ആക്രോശിച്ചുള്ള ഒരു സംസാരിച്ച് എന്നെ ഇവര് ആ സീറ്റിലോട്ട് അങ്ങ് മറിച്ചിട്ട്, നമ്മൾ കാല് വെക്കുന്ന ആ സീറ്റിന്റെ ഇടയിലുള്ള ഗ്യാപ്പിലോട്ട് എന്നെ ഇവരങ്ങ് തള്ളിയിട്ട് കഴിഞ്ഞിട്ട് വലിയൊരു ബെഡ്ഷീറ്റ് എന്നെ തലയങ്ങ് മൂടി, മുഖവും മൂടി. പിന്നെ എനിക്ക് ഒന്നും ചെയ്യാനൊക്കാത്ത ഒരു രീതിയിൽ ഇവരും ആ ബെഡ്ഷീറ്റ്, നല്ല ആരോഗ്യമുള്ള ഒരു സ്ത്രീയാ, ആ ബെഡ്ഷീറ്റിൽ ഇവരും ചവിട്ടി പിടിച്ചുകൊണ്ടിരുന്നു. കുറച്ച് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ വിചാരിച്ചു തീർന്നു, ഇനി എനിക്ക് ജീവിതമില്ല, എന്നെ ഇവർ കൊല്ലാൻ കൊണ്ടുപോവുക എന്നുള്ള രീതിയിൽ ഞാൻ യാത്ര പുറപ്പെടുകയാണ്. കുറെ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോഴേ എന്റെ കാലിനൊരു ചലനശേഷി പോലെ എനിക്ക് തോന്നി. എനിക്ക് തിരിയാനും ഒരു സീറ്റിന്റെ, ഒരു അംബാസഡർ കാറിന്റെ നമ്മൾ സീറ്റിൽ ഇരുന്നോണ്ട് കാല് വെക്കുന്ന അതിന്റെ എത്ര ഗ്യാപ്പ് ഉണ്ട്, അവിടെ എന്നെ ഇട്ടേക്കുന്നത് ബെഡ്ഷീറ്റ്. അതാണ് ഒരു ഭയങ്കര അവരുടെ ബലം വെച്ച് തോർത്തുകൊണ്ട് അങ്ങനെ മുറുക്കി താഴെ വലിച്ചിട്ട് ബെഡ്ഷീറ്റ് വിട്ട് തലയെ മൂടി ഇങ്ങനെ ഇട്ടേക്കും തന്നെ. കുറെ യാത്ര
കുറെ കഴിഞ്ഞപ്പോൾ എന്റെ കാല് ചലിപ്പിക്കാം എന്നുള്ള ഒരു രീതിയിലായപ്പോ ഞാൻ ആ ഡോർ അങ്ങ് ചവിട്ടി തുറന്നു. ഒരു ചവിട്ടിന് തന്നെ ആ ഡോർ അങ്ങ് തുറന്നു. അന്നേരം ഈ സ്ത്രീ പറയുന്ന പിന്നെ നമ്മൾ ഉദ്ദേശിച്ച തരക്കാരിയല്ല ഇവളെന്ന് പറഞ്ഞുകൊണ്ട് അയാള് ഫ്രണ്ടിൽ കൂടെ വന്ന് പിന്നെ ഒരു ബ്രാൻഡി കുപ്പി എടുത്ത് എന്റെ വായിൽ ഒഴിച്ചിട്ട് ആ കുപ്പിയിലിരിക്കുന്ന ബ്രാൻഡി മൊത്തം എന്റെ ഉള്ളിൽ അങ്ങ് പോയി. കുടിച്ചെന്ന് പറയാൻ ഞാൻ അറിയുന്നില്ല, വായിന്ന് കുപ്പി എടുക്കുന്നില്ല. അങ്ങനെ ചെറിയും വായും എല്ലാം പല്ലിനും ഒക്കെ ക്ഷതമൊക്കെ ഏറ്റ് അങ്ങനെ വീണ്ടും ഗ്ലാസ് എല്ലാം ലോക്ക് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ യാത്ര ചെയ്ത് 10 മണിക്കാണ് വണ്ടിയെ കയറുന്നത്. പത്തനാപുരത്തുനിന്ന് യാത്ര ചെയ്യുന്നത് 10 മണിക്ക്. കുറെ യാത്ര ചെയ്ത് കഴിഞ്ഞ് ചില ഭാഗങ്ങളിലൊക്കെ വരുമ്പോ വണ്ടി സ്ലോ ചെയ്യുമ്പോ ഞാൻ വിചാരിക്കും ഇവരെന്നെ ഇവിടെ കൊന്നു കളയാനായിരിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞാൻ മരണം കണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കുറെ യാത്ര സ്പീഡിൽ പോകും. അവർക്ക് അറിയാം, കൊള്ളസംഘമല്ലേ, അപ്പൊ അവർക്കറിയാം എവിടൊക്കെ ആള് പാർപ്പില്ലാത്തട എന്നൊക്കെയുള്ള ഇതിലാണ് ഇവരെന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ കുറെ യാത്ര ചെയ്ത് കഴിയുമ്പോ ഇങ്ങനെ സ്ലോ ചെയ്യുമ്പോ ഞാൻ വിചാരിക്കും ഇവരെന്നെ ഇവിടെ കൊന്ന് തള്ളിക്കളയാനായിരിക്കും ഇങ്ങനെ വണ്ടി സ്ലോ ചെയ്യുന്നതെന്ന് ഇങ്ങനെ വിചാരിക്കും. കുറച്ചിങ്ങനെ യാത്ര ചെയ്ത് കുറെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവരെന്നെ സീറ്റൊക്കെ കയറ്റിയിരുത്തി. എനിക്ക് ആ ബ്രാൻഡി കുടിച്ചെങ്കിലും ഒന്നും എന്റെ ബോധം ഒന്നും പോയില്ല. സീറ്റ് കയറ്റിയിരുത്തി എന്റെ കെട്ടുകളെല്ലാം അഴിച്ച് എന്റെ ബന്ധനങ്ങളെല്ലാം അഴിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഈ ലേഡിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ തലോടി, മോൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ എന്ന് ഞാൻ ചോദിച്ചപ്പോ അവര് കരയുന്ന ഒരു രംഗമാണ് ഞാൻ കാണാൻ കഴിഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞു കുറെ കഴിയുമ്പോ നിങ്ങളെ അങ്ങ് ഇറക്കി വിട്ടേക്കാം ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ജീവനോട് ഇറക്കി വിടുവാണെങ്കിൽ പിന്നെ എന്നോട് ജീവനോട് ഇറക്കി വിടുവാന്നെ എന്റെ മാലയിൽ നിന്ന് ഊരിയ താലി എനിക്ക് വേണം, എനിക്ക് 100 രൂപയും വേണം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ താലിക്കൊക്കെ വലിയ പ്രാധാന്യമുള്ള സമയമാണ്. താലി എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഒരു സ്ത്രീയുടെ കല്യാണം കഴിഞ്ഞാലുള്ള ഒരു ഇത്. അപ്പം അവര് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോ അവര് കുറെ കഴിഞ്ഞപ്പോ ഈ താലി ഊരി തന്ന് 100 രൂപയും ഇങ്ങ് തന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുക. ഇവർക്ക് എന്നെ എവിടെയെങ്കിലും തള്ളിക്കളയാൻ ഇല്ലാത്ത ഒരു സ്ഥലം വേണമല്ലോ. ഇങ്ങനെ എന്നെ സീറ്റൊക്കെ കയറ്റി ഇരുത്തി, കെട്ടുകളെല്ലാം അഴിച്ചു. പോൾ ദിനകരൻ ദേവദാസന്റെ ഒരു കൺവെൻഷൻ നടന്ന ഒരു തിരുവല്ലയില് ഞാനും ഹസ്ബൻഡും കൂടെ വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലം അന്ന് എനിക്കറിയാം. എന്നെ ഇവരിറക്കി വിട്ടിട്ട് ഭയങ്കര സ്പീഡിൽ കാർ അങ്ങ് പോയി. അപ്പൊ ഞാനൊരു ഭ്രാന്തിയെ പോലെ ആ റോഡിന്റെ സൈഡിൽ വയലിന്റെ നടുക്കൂടെയാണ് വണ്ടി പോകുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ചു കഴിഞ്ഞ് എനിക്ക് നിൽക്കാനുള്ള ഒരു ബലമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ദൂരെ ഒരു ബസ് കിടക്കുന്നത് കണ്ട് ആ ബസ്സിന്റെ ബോർഡിൽ നോക്കിക്കൊണ്ട് അവിടെ ചെന്നപ്പം ചാരുമൂട് ബോർഡ് കണ്ട് ആ ബോർഡ് കണ്ട് ഞാൻ ആ ബസ്സേ കയറി ചാരുമൂട് എനിക്ക് ഇറങ്ങേണ്ട സ്പോട്ടിന് ഒരു 4-5 ഫർലോങ് അകലെ ഈ ബസ് നിർത്തി. അപ്പൊ അവിടെ ഒരു ബസ് സ്റ്റാൻഡ്, ആളുകളൊക്കെ വന്നിരിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ്, അവിടെ കൊണ്ടിറക്കി കഴിഞ്ഞപ്പോ ഞാൻ അടുത്തൊരു ചായക്കട കണ്ട്. ഞാൻ ആ ചായക്കടയിൽ കയറിയിട്ട് പറഞ്ഞു എനിക്ക് 2 ചായ വേണമെന്ന് പറഞ്ഞപ്പോ ആ ചായക്കടക്കാരൻ 2 ചായ പെട്ടെന്ന് കൊടുത്തന്ന്. ഞാൻ ആ ചായ 2ഉം കുടിച്ചിട്ട് അവിടെ തന്നെ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ആകെ ഒരു വിഷമം. ഇത് എപ്പോഴും ഇവിടെ വൃത്തിയാക്കും, ഒരു ചായക്കടയില്ലേ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര വിഷമം വന്നു. ഞാൻ ആ കട ഓണറോട് പറഞ്ഞു ഞാൻ ശൈലം കഴിയുമ്പോ ഇവിടെ ഞാൻ വൃത്തിയാക്കി തരാം എന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞു വേണ്ട ഞാൻ വൃത്തിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് പിന്നെ അമ്മ ഞാൻ എനിക്കൊരു ഓട്ടോ വിളിച്ചോണ്ട് തരാൻ പറഞ്ഞു. ആ പുള്ളിക്കാരൻ തന്നെ എന്റെ ഛർദിൽ അവിടെ ഇട്ടിട്ട് ഓട്ടോ വിളിച്ചോണ്ട് വന്നപ്പോ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു ഡ്രൈവറാണ് ഓട്ടോയുമായിട്ട് വരുന്നത്. അങ്ങനെ എന്നെ വീട്ടിൽ കൊണ്ട് ആക്കി. അപ്പോൾ മോൻ എന്നോട് ചോദിച്ചു, മോൻ എന്നെ കണ്ട ഉടനെ തന്നെ ചോദിച്ച അമ്മേ എവിടെ ആക്സിഡന്റ് വല്ലതും പറ്റി? ഞാൻ പറഞ്ഞു ഒന്നും പറ്റിയില്ല, എനിക്ക് കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് തരാൻ പറഞ്ഞു. അങ്ങനെ വെള്ളം എടുത്തോണ്ട് തന്ന് കുടിച്ചു കഴിഞ്ഞിട്ട് മെഡിക്കൽ സ്റ്റോറിൽ ലാബും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് TT എടുത്തോണ്ട് വന്ന് ടെക്നീഷ്യൻ വന്ന് എനിക്ക് ഇഞ്ചക്ഷനും എടുത്തു കഴിഞ്ഞ്. അപ്പോഴും ഞാൻ ആരോടും ഒരു വിവരവും പറയുന്നില്ല. ഞാൻ പറഞ്ഞു അമ്മോനോട് പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിവരം സംഭവിച്ചതൊക്കെ പറയാം, ഞാൻ ഇപ്പൊ ഒന്ന് വിശ്രമിക്കട്ടെ എന്നുള്ള ആ രീതിയിൽ ഞാൻ ഭവനത്തിലായി. പിന്നെ എന്നിട്ട് ഞാൻ അടങ്ങിയിരുന്നില്ല, എനിക്കൊരു ഭയപ്പാടും ഉണ്ടായില്ല. ഞാൻ അടുത്ത ആഴ്ച അവിടെ പോയി സാക്ഷ്യം പറഞ്ഞു. ആ പത്തനാപുരം ചർച്ചിൽ തന്നെ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു. പിന്നെ ഞാന് കോട്ടയിൽ പോയി സാക്ഷ്യം പറഞ്ഞു. അത് ആ സമയത്ത് തന്നെ ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ബോട്ടയിലും ഈ സാക്ഷ്യം പറഞ്ഞ് എനിക്കറിയാവുന്നവരുടെ എല്ലാം ഇനിയെങ്കിലും ആളുകൾ സൂക്ഷിക്കണമല്ലോ, ഒരു യാത്രയിൽ ആരെങ്കിലും ഒറ്റയ്ക്ക് വിളിച്ച
പോകരുതല്ലോ. എനിക്ക് കിട്ടിയ അറിവുകേട് അവർക്ക് ഉണ്ടാവരുതല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞ് അങ്ങനെ ഞാൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഭവനത്തിൽ ആരാധനയൊക്കെ ഉണ്ട്. ഭവന അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെനിയൽ IPC ഒരു പെനിയൽ ഞങ്ങളുടെ ശുശ്രൂഷ ചെയ്തിരുന്നതായ കർത്തൃദാസൻ അങ്ങ് മരിച്ചുപോയി. ഒരു പ്രായമായ ദേവദാസനായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ആരാധന അവിടുന്ന് IPC പടനലും പെനിയൽ എന്ന ബോർഡ് വെച്ച് ഒരു ആരാധന ആരംഭിച്ച്. അപ്പം അവിടെ ഹാള് നിറയെ ആളുണ്ട്. ഹോളിൽ ആളുകൾ കൊള്ളാതായപ്പോ ഞങ്ങൾ ആ കാമ്പൗണ്ടിൽ തന്നെ ഒരു ചർച്ച് വെച്ച്. ആ ചർച്ചിൽ ഒരു 7-8 വർഷം ആരാധന നടന്നുകൊണ്ടിരുന്ന ഒരു 6-7 ദേവദാസന്മാർ 2, 3, 4 വർഷമൊക്കെ ശുശ്രൂഷയ്ക്കായിരിക്കും. പിന്നെ അവർക്ക് സ്ഥലമാറ്റം വരുമ്പോഴാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയലത്തുള്ള ഒരാളിന്, ഒരു പ്രായമായ ഒരു മനുഷ്യന് ബൈപ്പാസ് ചെയ്ത് ഞങ്ങളുടെ കൈയുടെയും സ്തോത്രവും ഒക്കെ വേറെ ഒരു ഇൻസ്ട്രുമെന്റ്സും ഇല്ല. എല്ലാവരുടെയും അവിടെ കൂടി വരുന്നവരുടെ കൈത്താളമൊക്കെ ഉള്ളു. ആ പുള്ളിക്കാരൻ കേസ് കൊടുത്തു. എനിക്ക് അവരുടെ ആരാധന കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അത് നിർത്തി തരണം. അപ്പൊ പോലീസുകാർ വരവായി തുടങ്ങി. പോലീസുകാർ വന്ന് ഇനി ഇവിടെ ഒച്ച ഉണ്ടാക്കാൻ ഒക്കത്തില്ല പിന്നെ എന്നുള്ള രീതിയിൽ പോലീസുകാർ പരിസരത്ത് ശ്രദ്ധിക്കുമ്പോ ആരും വലുതായിട്ട് കേൾക്കുന്ന ഒച്ചയൊന്നും പോകുന്നില്ല. അവര് വന്ന് നോക്കുമ്പോ ഒരു ഉപകരണങ്ങളും ഇല്ലാതുള്ള ഒരു ആരാധനയെ പോലീസുകാര് പറയാം, ഇതിൽ സൗണ്ട് കുറച്ച് വേണം ഇനി ആരാധിക്കാനും കൊണ്ട് പോലീസുകാരങ്ങ് പോകും. പിന്നെ മറ്റേ പുള്ളിക്കാരൻ പല രീതിയിൽ അങ്ങ് കേസ് തുടങ്ങും. പിന്നെ ചുരുക്കത്തിൽ ഹൈക്കോടതി വരെ കേസ് കിടക്കും. അത് ഹസ്ബൻഡ് മരിച്ച സമയമായപ്പോ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാന് ആളില്ലാത്ത രീതിയിലുള്ള മുന്നോട്ട് കൊണ്ടുപോകാന് പറ്റാത്ത രീതിയിലായതുകൊണ്ട് ആരാധനയുണ്ട്, കേസൊക്കെ കളഞ്ഞു, ക്യാൻസലായി. എന്റെ ഹസ്ബൻഡിന് ലിവർ സോറിയാസിസ് എന്ന ഒരു അസുഖം പിടിച്ചിട്ട് തിരുവനന്തപുരം കിംസിലായിരുന്നു ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കുറച്ചുനാൾ അങ്ങനെ ട്രീറ്റ്മെന്റ്, കുറച്ചു നാളെന്ന് പറഞ്ഞാൽ 2 വർഷത്തോളം അസുഖമായിട്ട് ആരംഭത്തിൽ തന്നെ കിംസിൽ പോയി. അങ്ങനെ ചെക്കപ്പിനൊക്കെ ഞങ്ങൾ മാസത്തിലൊരിക്കൽ പോകുമായിരുന്നു. അങ്ങനെ ഒരു ഡോക്ടറാണ്, ഞങ്ങളുടെ അജിത് റോണി എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് എന്റെ ഹസ്ബൻഡിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെക്കപ്പിന് പോയ സമയത്ത് പല ദിവസങ്ങൾ കഴിഞ്ഞപ്പോ എനിക്കൊരു തോന്നല്, ഈ ദേവദാസന് ഒരു ബൈബിള് കൊടുക്കണം, ഈ ദേവദാസനല്ല ഡോക്ടർക്ക് ഒരു ബൈബിള് കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഞാനൊരു നല്ല 10,000 രൂപ വിലയുള്ള ഒരു ഇംഗ്ലീഷ് ബൈബിള് വാങ്ങിക്കൊണ്ടുപോയി. ചേട്ടൻ ആ സീറ്റിൽ എണീറ്റ് കഴിഞ്ഞപ്പോ സിസ്റ്റേഴ്സ് എല്ലാം അടുത്ത ആളെ വിളിക്കാനായിട്ട് നിൽക്കില്ല. ഞാനിപ്പോ ഇങ്ങനെ ബൈബിളും പിടിച്ചോണ്ട് നിന്നിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഒരു 2-3 മിനിറ്റ് എനിക്ക് വേണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഡോക്ടർ അനേകർക്ക് വേണ്ടി പിന്നെ അനേകരുടെ ആയുസിനെ രക്ഷിക്കുന്ന ഡോക്ടർ ആയുസ് നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത്. ജീവിക്കുന്ന ദൈവം ക്രിസ്തുവാ, ആ കർത്താവിനെ അറിയണം. അനേകർക്ക് പ്രയോജനമുള്ള ഒരു ഡോക്ടർ അല്ലേ. അപ്പം ആ ഡോക്ടറുടെ ആയുസ് നഷ്ടപ്പെടാൻ പാടില്ല. ഈ ഒരു തിരുവചനം, ഈ കർത്താവിനെ അറിയണം, കർത്താവേ ഉള്ള ഏക സത്യ ദൈവം. കർത്താവിനെ അറിയുന്നവർക്ക് ഒരു മരണാനന്തര ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ മരിക്കുന്നതിൽ ഞങ്ങൾക്കൊരു വിഷമവുമില്ല. ആ മരണാനന്തര ജീവിതം ഞങ്ങൾക്ക് സന്തോഷവും ഞങ്ങൾ എവിടെ ചെന്ന് എത്തുമെന്നൊക്കെയുള്ള അറിവ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഡോക്ടർ ഈ ബൈബിള് വായിക്കണം എന്നുകൊണ്ട് ഞാൻ ആ ഡോക്ടർക്ക് ബൈബിള് കൊടുത്തിങ്ങ് പോകുന്നു. ഞങ്ങളുടെ ഫോൺ നമ്പരൊക്കെ ഉണ്ടായിരുന്നു. ബൈബിള് വായിച്ചോ, എന്നെ വിളിച്ചിട്ടുണ്ടോ ഒന്നും അറിയുന്നില്ല. അങ്ങനെ അനേകർക്ക് ഞങ്ങൾ ബൈബിളും തിരുവചനവും ഒക്കെ കൊടുക്കുവാനൊക്കെ ഇടയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോനും മോളും സ്നാനപ്പെടുവാൻ, മോന്റെ കല്യാണവും കഴിഞ്ഞു, മോളും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അവര് സ്നാനപ്പെടാനിടയായി. അതിനിടയ്ക്ക് ഒരു കാര്യം, അങ്ങനെ മോൾക്ക് കിട്ടിയതായ പ്രസന്റേഷൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഞാനും മരുമോളും മോനുമായിട്ട് അതെല്ലാം പായ്ക്ക് ഒക്കെ അയച്ചു കഴിഞ്ഞപ്പോ ഒത്തിരി ഫോട്ടോസുകൾ കിട്ടി. അപ്പൊ ഞാനത് മാറ്റിയിട്ട് അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഇതുവരെ നമുക്ക് കളയാം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 3 മാത്രമേ ഉള്ളൂ ആ റൂമില്. അപ്പൊ മോളും റൂമിലോട്ട് പോയി കഴിഞ്ഞപ്പോ മോൻ എന്നോട് ചോദിച്ചു, അമ്മ എന്തുവാ ഇങ്ങനെ പറഞ്ഞ്? അവള് നമ്മളെ പരിചയം പോലും ആയില്ല, അതിനു മുമ്പേ അവൾക്ക് കിട്ടിയതായിട്ടുള്ള സാധനം വാരി കളയാമെന്ന് പറയുമ്പോ അവൾക്ക് എന്തോ തോന്നുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞു, നമുക്ക് വേണ്ടാത്ത ഒരു സാധനം നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. ഞാൻ അത്രയും മറുപടിയും പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് അപ്പം അവളും ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ പഠിച്ച ഒരു കുഞ്ഞായിരുന്നു. അവളിങ്ങനെ ഹലോ ഹിന്ദു രീതിയിലെ 2 മോന്റെയും കല്യാണം ഹിന്ദു രീതി തന്നെ കഴിയും. പക്ഷെ ഉള്ളിൽ കർത്താവ് ഞങ്ങളുടെ ഉള്ളിലുണ്ട്. പിന്നെ അങ്ങനെ മോടെ ഫോട്ടോസ് എല്ലാം അങ്ങനെ മാറ്റി വെച്ച്
കുറച്ച് കഴിഞ്ഞപ്പോഴേ അവള് തന്നെ അവിടെ വാഗുണ്ട് പറഞ്ഞു, ഞാനും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, ഇങ്ങനെ കർത്താവിനെ അറിഞ്ഞ ഒരു കുടുംബത്തിൽ വേണം എന്നെ കൊണ്ടുപോകാൻ. അന്ന് ഞാനും കൂട്ടുകാരോടൊത്ത് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ വീട്ടിലന്ന് മരങ്കാല് വരെ വെച്ചാശ്രയം ചെയ്യുന്ന ഒരു വിളക്ക് കത്തിക്കും അവിടെ വീട്ടില്, ജന്മ വീട്ടില്. അങ്ങനെയുള്ള ഒരു വീട്ടിലെ കുഞ്ഞാ അത്. അപ്പം അവളെ മുന്നമേ തന്നെ ദൈവം കണ്ടിരുന്നു. അപ്പൊ ഞാൻ ബൈബിള് വായിക്കുമ്പോ ചില വചനങ്ങൾ എന്നെ സ്പർശിക്കുമ്പോ ഞാൻ ഫോണിൽ കൂടെ പറയും, സീമ ആ ഭാഗം എടുത്ത് വായിരുന്ന് ഇങ്ങനെ പറയും. അപ്പോൾ അവൾ അത് അനുസരിക്കും. ഇപ്പോൾ സൂമിൽ പ്രസംഗിക്കുക, സൂമിൽ പാടും. അവിടെ അവിടെ മക്കള് രണ്ടുപേര് സ്നാനപ്പെട്ട്, അവിടെ ഭർത്താവ് സ്നാനപ്പെട്ടു, എന്റെ മോളും മരുമോന് സ്നാനപ്പെട്ടു, എന്റെ കുഞ്ഞുമക്കള് 3 പേര് സ്നാനപ്പെട്ടു, ഇനി 2 പേര് സ്നാനപ്പെടാനുണ്ട്. ഇതിനിടയ്ക്ക് സ്നാനപ്പെട്ട കൂട്ടത്തില് എന്റെ അമ്മയ്ക്ക് 85 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ അമ്മയും അതിനു മുമ്പ് തന്നെ ഈ ഞങ്ങളുടെ വിശ്വാസത്തിലോട്ടാകുമ്പോ എന്റെ ഭവനത്തിൽ പ്രാർത്ഥനയുണ്ട്. അപ്പൊ എന്റെ അമ്മായിച്ചനും അമ്മായിമ്മയും ഒക്കെ വന്ന് പ്രേയറിനൊക്കെ ഇരിക്കും. ഇവരെയും ഞാൻ കോട്ടയിൽ, ഒന്നും അറിയാത്തവരല്ലേ, ഹിന്ദു, ഞങ്ങളുടെ കടയിൽ നിന്ന് നോക്കുമ്പോൾ അമ്പലത്തിലെ മണിയടി വിളക്കൊക്കെ കാണാം. അങ്ങനെയുള്ള ഒരു രീതിയിൽ ഇവരെ ഏത് രീതിയിലാണ് ഉറപ്പിക്കണ്ട. അങ്ങനെ കോട്ടയിൽ ഒരാഴ്ച പോകാൻ അമ്മയും അച്ഛനെയും കൂടെ അങ്ങനെയും വിട്ട് അവര് അവിടെ പോയി പ്രാർത്ഥനയ്ക്കും പോയി. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോ അമ്മ വന്നിരിക്കും, അച്ഛൻ വന്നിരിക്കത്തില്ല. അച്ഛൻ ബിസിനസ്സിന് പോകും. അങ്ങനെയായിരുന്നു. അമ്മയ്ക്കൊരു 85 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പം എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ വീട്ടിലാണ് എന്റെ അമ്മ താമസിക്കുന്നത്. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പം അമ്മ അവിടെ നിലവിളിച്ച് കരഞ്ഞ്, എനിക്ക് വിജയമ്മയുടെ വീട്ടിൽ പോണേ, അവിടെ വീട്ടിൽ പോയാ എന്നെ സ്വർഗത്ത് കൊണ്ടുപോവുകയെന്ന്. ഇതാരോ എന്നോട് വന്ന് പറഞ്ഞോണ്ട് നിങ്ങളുടെ അമ്മ കിടന്ന് നിലവിളിക്കുന്നു, ഇവിടെ വരണമെന്നും പറഞ്ഞോണ്ട്, എന്റെ വീട്ടിലോട്ട് വരണമെന്നും പറഞ്ഞോണ്ട്. അങ്ങനെ ആയിപ്പോ അപ്പൊ എനിക്ക് മനസ്സിലായി സ്വർഗത്ത് പോകണമെന്നുള്ള ആഗ്രഹം അമ്മയ്ക്ക് സ്നാനപ്പെടണമല്ലോ. അപ്പൊ ഞാൻ അമ്മയെ കാണാൻ അന്ന് തന്നെ അവിടെ ചെന്നിട്ട് ചോദിച്ച, അമ്മയ്ക്ക് സ്നാനപ്പെടണം. എനിക്ക് സ്നാനപ്പെടണം. ഇങ്ങനെ അമ്മയ്ക്ക് സ്നാനത്തെ കുറിച്ചൊക്കെ അതിനു മുമ്പ് അറിയാം. സ്നാനപ്പെടാൻ അമ്മയെ ഒരുക്കുവാ ഞങ്ങള് ദൈവദാസനോട് ഞങ്ങൾ പറഞ്ഞു, ഇതുപോലെ എന്റെ അമ്മയ്ക്ക് 85 വയസ്സുണ്ട്, അമ്മയ്ക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ആ ദൈവദാസൻ പറഞ്ഞ്, എങ്ങനെയെങ്കിലും അമ്മ എത്തിച്ചു കൊണ്ടുവന്നാൽ ഞാൻ സ്നാനപ്പെടുത്താന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയായിട്ട് കൊണ്ടുപോയി അമ്മയെ സ്നാനപ്പെട്ട്. പിന്നെ 2-3 വർഷം കഴിഞ്ഞ അമ്മ മരിക്കുന്നത്. അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. അമ്മയെ ദൈവത്തിന് വേണമായിരുന്നു. പക്ഷെ അച്ഛൻ സ്നാനപ്പെടാതാണ് അച്ഛൻ മരിക്കുവാൻ ഇടയായത്. വലിയ സ്തോത്രം. ഈ സമയത്ത് തന്നെ എന്റെ സഹോദരി, എന്റെ അനിയത്തി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. എന്റെ മൂത്ത സഹോദരൻ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും പ്രാർത്ഥനയ്ക്ക് വരികയൊക്കെ ചെയ്തു. ഇനി ഒരുപാട് ദൈവം ചെയ്ത മിറക്കിളുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇങ്ങനെ എന്റെ ഭവനത്തിൽ എന്റെ മോക്ക് 3 പെൺകുഞ്ഞുങ്ങളായിരുന്നു. ആ മൂന്നാമത്തെ 2 വയസ്സ് പ്രായമായപ്പോൾ അവളെ കുളിപ്പിച്ച് ഇവിടെ കിടത്തിയിട്ട് ഞങ്ങൾ പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഒരു അലർച്ച, ആ അലർച്ച നിലവിളിയും കേട്ട് അന്ന് എനിക്ക് ഒരാൾ ഇവിടെ ഉണ്ട്. അവരും അപ്പുറത്ത് എന്റെ വീടോട് ചേർന്ന് ഒരു ദൈവദാസൻ താമസിക്കുന്നുണ്ട്. ആ മദറും ഞങ്ങളെല്ലാം കൂടെ എപ്പോഴും ഇങ്ങനെ ദൈവിക കാര്യങ്ങളും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വീടുവാ. അപ്പൊ ഈ കുഞ്ഞിന്റെ അലർച്ച സമയത്ത് ഞങ്ങൾ ഓടി വന്നു. ഇവളെ എടുത്ത് നോക്കുമ്പോ ഇവളെ തോളലിട്ട് കിടത്താൻ പറ്റുന്നില്ല, വടി പോലെ ഇരിക്കുക. 2 വയസ്സുള്ള കുഞ്ഞാ. അപ്പം ശകലം വെള്ളം മുഖത്ത് തളിച്ചു കഴിഞ്ഞപ്പം ഇച്ചിരി കഴിഞ്ഞ് ഞങ്ങൾ യേശുവിന്റെ രക്തം പറഞ്ഞ് ഞങ്ങൾ 3 പേര്, ആ മദറും ഞാനും ഈ വിശ്വാസി, എനിക്ക് കൂട്ടായിട്ട് നിൽക്കുന്ന വീട്ടിലെ ജോലിക്കായിട്ടുള്ളവരും ഞാൻ തിരുവചനം പറഞ്ഞ് അവര് എന്റെ കർത്താവിനെ അറിഞ്ഞ് അവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരായ ഇവരുള്ള. അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് ഇങ്ങനെയുള്ള ഒരു ആളിനെ എന്നാലും കിട്ടുന്ന, എപ്പോഴും സ്തുതി സ്തോത്രവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളിന്റെ വീട്ടിൽ തന്നെ എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു ഭാഗ്യവും കിട്ടിയല്ലെന്ന് പറഞ്ഞിട്ട് നല്ല സ്ത്രീ അവര്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കുഞ്ഞിനെ യേശുവിന്റെ രക്തം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് അവൾക്ക് ഇച്ചിരി ചലനം ഉണ്ടായ പോലെ ആയി. ഞങ്ങള് മദർ പറഞ്ഞ് നമുക്ക് ആ മദറിന്റെ ഭർത്താവ്, ആ ദൈവദാസനെ, എന്റെ ഹസ്ബൻഡിന് വെണ്ടർ ലൈസൻസ് ഉണ്ട്. അങ്ങനെ മുദ്രപത്രം വിൽക്കാനായിട്ട് ഈ ദൈവദാസം പോകും. അങ്ങനെ നൂറിനാട് ഒരു കടയില് പത്രം വിൽക്കാനായിട്ട് ദൈവദാസം പോകുമ്പോ അവിടെ ഞങ്ങൾ ഓടി കുഞ്ഞിനെ കൊണ്ട് ഓട്ടോയിൽ അവിടെ പോയി. ഇതുപോലെ കുഞ്ഞിനൊരു സംഭവം, ഒരു അലർച്ചയുണ്ടായി. ഞങ്ങൾ 3 പേരോടെ കൂടി നിന്ന് രക്തം പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർക്ക് ഇച്ചിരി വിടുതൽ കിട്ടി. പാസ്റ്ററിന്റെ അടുത്ത് കൊണ്ടുവന്നതാ, എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്ന് പറയാനെ കൊണ്ട് കൊണ്ടുവന്നാന്ന് പറഞ്ഞപ്പോ ആ ദൈവദാസന്
ആ ദേവദാസൻ അവിടെ നിന്നുകൊണ്ട് റോഡിലൂടെ പോയ വേറൊരു കൂട്ടു ദേവദാസനെ കൈയടിച്ച് വിളിച്ചിട്ട് ആ ദേവദാസനും കൂടെ വന്ന് ഈ കുഞ്ഞിന് വേണ്ടി ആ കടമുറ്റത്ത് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, വേണ്ട, ഒരു പിശാചിന്റെ നോട്ടമായിരുന്നു, അത് പോയി, അത് മാറി, ഇനി ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകണ്ട, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞിങ്ങനെ വിട്ട്. ഈ ദേവദാസൻ തന്നെ വന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ഈ ദേവദാസൻ വേറൊരു വീട്ടിൽ താമസമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഒരു ദിവസം ഈ ദേവദാസൻ എന്നോട് പറഞ്ഞു, അമ്മാമേ, ഞങ്ങൾ ഈ സ്ഥലം വിട്ടിട്ട് ഞങ്ങള് അടൂര് ഏനാത്ത് എന്ന സ്ഥലത്ത് പോവുക, ഇങ്ങനെ പറഞ്ഞു. അന്നേരം എനിക്കൊരു വിഷമം, അയ്യോ, ഈ ദേവദാസൻ മുറയ്ക്ക് കയറി വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലയോ. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ദേവദാസനെ വിടണ്ട, നമ്മുടെ അപ്പുറത്ത് ആ വീട് ദേവദാസിന് താമസിക്കാൻ കൊടുക്ക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വലിയ ശുശ്രൂഷയൊന്നും ദേവദാസനില്ല. ഞങ്ങളുടെ ചർച്ചിലായണൊക്കെ പിന്നെ ഓർഡിനേഷൻ നടന്നതും എല്ലാം നടന്നത് അതിന് ശേഷമാണ്. അപ്പം ചില്ലറ കൊച്ചു ബിസിനസ്സുകളൊക്കെ ഉണ്ട്, പത്രം വിൽപ്പനയ്ക്കായിട്ടൂടെ പോയി. ആ പാസ്റ്റർ ഞങ്ങൾ വിട്ടില്ല. അങ്ങനെ പത്രം വിൽപ്പനയ്ക്കായിട്ട് പോയി. പിന്നെ 4 വർഷം അവിടെ ഈ പാസ്റ്റർ തന്നെ അവിടെ ചർച്ച്, എന്റെ ഭവനത്തിൽ ചർച്ചായി കഴിഞ്ഞിട്ട് ശുശ്രൂഷ ചെയ്തു. പിന്നെ അവിടുന്ന് പിന്നെ ഹെഡി എന്ന് പറഞ്ഞ് വേറെ സ്ഥലത്ത്, ഇപ്പൊ വയനാട്ടാ ദേവദാസൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് മിറക്കിൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുഞ്ഞിന്റെ കാര്യം, അപ്പൊ കുഞ്ഞിന് സൗഖ്യമായി. അവള് +2 പഠിക്കുന്നു. ഇന്ന് വരെ ഒരു പനി വന്നിട്ട് അവൾക്കൊരു ടാബ്ലറ്റ് കൊടുക്കാൻ ഇടയായിട്ടില്ല. പിന്നെ ഇപ്പൊ കോവിഡ് സമയത്ത് 2 ഇഞ്ചക്ഷൻ അവളെ എടുപ്പിച്ച്, അതല്ലാതെ ഒരു ഇഞ്ചക്ഷനും അവൾക്ക് എടുക്കാൻ ദൈവം ഞങ്ങളെ അത്രയ്ക്ക് സ്നേഹിച്ച് കരുതി എന്ന് വേണം പറയാനൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് എന്റെ സഹോദരന്റെ വീട്ടിൽ ഒരു ആടിന്റെ കാര്യം കൂടെ പറയണോ. ആടിലെ പൈസ കൊണ്ട് ഒത്തിരി കാര്യങ്ങളും ഉണ്ട്. സഹോദരൻ പാലും കൊണ്ട് വരുന്നു. ഞാൻ ചോദിച്ചു, എന്തുണ്ട് വീട്ടിൽ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നും പറയണ്ട, ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന ഒരാട് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ പിന്നെ വെറ്റിനറി ഡോക്ടറെ വിളിച്ചോണ്ട് വന്ന് അതിന് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തോണ്ടിരിക്കുക. ഡോക്ടർ അങ്ങ് ഉപേക്ഷിച്ചു, ഇനി അത് രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ ഞാൻ ഒന്ന് വീട്ടിലോട്ടൊന്ന് പോകാം. ഇല്ല, ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് വരണ്ട, ഇന്ന് ഞാനും ഭാര്യ അവിടെ കാണത്തില്ല, എന്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ അടൂര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോക്കോ. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴും എന്റെ ഉള്ളം ഇങ്ങനെ അവിടെ പോയി ആടിനു വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു വാഞ്ച എനിക്കുണ്ടായി. ഞാൻ അങ്ങനെ ഇവിടുന്ന് നടന്ന് എന്റെ ജന്മവീട്ടിൽ പോയി ആട് വെളിയിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ട് ആ ആടിന്റെ അടുത്ത് കൈ കൊടുത്തിട്ട് യേശുവിന്റെ രക്തം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാള് കണ്ട് തലയും മുണ്ടിട്ടൊരു സ്ത്രീ എന്തോ എടുക്കും ഈ ആടിന്റെ അടുത്തെന്നുള്ള രീതിയിൽ അവര് വിളിച്ചു ചോദിച്ചു, ആരാ അവിടെ നിന്ന് വിളിച്ചു വെച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ കളിക്കലേത്ത് വിജയമ്മ എന്ന് പറഞ്ഞപ്പോ ഇവർക്ക് ആളിനെ മനസ്സിലായി. ഇവരങ്ങേറി പോവുകയും ചെയ്തു. കുറച്ച് ദിവസം 2-3 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ആങ്ങളെ പാലും കൊണ്ട്, അവന് 30-35 ആടുണ്ട്. അപ്പം വീണ്ടും പാലും കൊണ്ട് വന്നപ്പോ ഞാൻ ചോദിച്ചടാ, ആടിന് എങ്ങനെ ഉണ്ടടാ? ഈ ആട് എന്നെ ഓടിച്ചിട്ട് ഇടിക്കാനും കുത്താനും വരുവാ ഇപ്പോഴേ, അതിന് എത്ര കാടി കൊടുത്താലും അതിന് മതിയാവുന്നില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ വന്നായിരുന്നടാ, നിങ്ങൾ ഇല്ലാത്ത സമയത്ത് ഞാൻ ആടിനു വേണ്ടി പ്രാർത്ഥിച്ച്. ഇങ്ങനെ പറഞ്ഞപ്പോ അവൻ പറഞ്ഞ, ആടിനു വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും അല്ല, അതിനു മുമ്പ് ഡോക്ടർ എടുത്ത ട്രിപ്പിന്റെ ഒക്കെ ഗുണം കൊണ്ടാന്ന്. പോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ. ഇത് കഴിഞ്ഞിട്ട് എന്റെ ജന്മവീടിന്റെ ഇത് എന്റെ ജന്മഗൃഹം, ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലെ അനുഭവ ഈ പറഞ്ഞത്. പിന്നെ എന്നെ കൊണ്ടുവന്ന വീട്ടില് ഞാനും ഹസ്ബൻഡും മക്കളും ഒക്കെ ആയിട്ട് താമസിക്കുന്ന വീടിന്റെ അടുത്ത് ഒരു പശു ഇങ്ങനെ ഗ്രൗണ്ടില് മേഞ്ഞോണ്ട് നിന്ന കൂട്ടത്തിൽ അതങ്ങ് താഴെ വീണു. ഒത്തിരി ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നു. അപ്പൊ ഈ പശു ആണെന്ന് എനിക്കറിയത്തില്ല, ആളുകളുടെ കൂട്ടമേ കാണാനൊക്കത്തുള്ളൂ. കുറെ സമയമാണൊക്കെ ഈ പശു എണീക്കുന്നില്ല. ആളുകൾ പോയി കഴിഞ്ഞപ്പോ ഞാൻ വെച്ചിട്ട് ഈ പശു വീണതാണല്ലോ എന്നുള്ള രീതിയിൽ ആ ഭാഗത്തോട്ട് ഞാൻ കൈ നീട്ടിക്കൊണ്ട് ആ പശുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോ ഈ പശു പിന്നെ ഇനി നടന്ന് അവരുടെ വീട്ടിലോട്ട് പോകുന്ന ഞാൻ കാണുന്നത്. അങ്ങനെ ഒത്തിരി അനുഭവം. എന്റെ വീടിന്റെ പിന്നെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് ഞെരിച്ചു പിടിച്ച് ഇങ്ങനെ അങ്ങ് കരയുന്ന ഒരു സൗണ്ട്. ഇത് പല സമയങ്ങളിലാണ്. ആ സൗണ്ട് കേട്ടോണ്ട് ഞാൻ വിചാരിച്ചു, ആ കുഞ്ഞിന് വേണ്ടി എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഈ കുഞ്ഞാണോ വെള്ളോ എവിടുത്തെയാണെന്നറിയില്ല. ആ സൗണ്ട് കേട്ട ദേശത്തോട്ട് ഞാൻ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ചു കഴിഞ്ഞപ്പോ ആ കുഞ്ഞിന്റെ കരച്ചിലും കേൾക്കാനേ ഇല്ല. അങ്ങനെ എനിക്ക്
ഒത്തിരി മിറക്കിൾ നടക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവം തമ്പുരാനെ അതിന് അത്ഭുതം തരുന്നുണ്ട്. ഞാൻ എന്റെ ജന്മവീട്ടിലോട്ട് നടന്നു പോകുമ്പോൾ ആളുകൾ പറയും ഹല്ലേലൂയ പോകുന്നുണ്ട്, അല്ലെ ഹല്ലേലൂയ വരുന്നുണ്ട്. അങ്ങനെ ഒരു പരിഹാസം വെച്ചു. എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്റെ സഹോദരനും സഹോദരി എന്റെ കുടുംബത്തിൽ തന്നെ ഒരു അത്ഭുതം ഈ ആടിന്റെ കാര്യം ഒരു വിടുതൽ നടന്നല്ലോ. എന്റെ സഹോദരി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടല്ലോ. അങ്ങനെ അനേകർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് അപ്പൊ തന്നെ വിടുതൽ തരിക എന്നുള്ളത് ഒരു അനുഗ്രഹം എന്ന് വേണം പറയാനൊക്കെ ഉണ്ട്. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടാത്ത ഒരു വിഷയം ഇപ്പോഴും ഞങ്ങൾ വേദനയോടുകൂടി പ്രാർത്ഥിക്കുന്ന എന്റെ മോടെ ഹസ്ബൻഡ് UK ജോലിക്കായിട്ട് പോയതാ. അവന് അവിടെ പെട്ടെന്ന് BP കൂടി തളർന്നു വീണ് പാരലൈസ്ഡ് ആയി. അവനെ ഒരു ദിവസത്തിന്റെ കുറെ സമയം അങ്ങനെ വീണ് കിടന്നത് കൂട്ടുകാരും കണ്ടില്ല. ആ കൂട്ടുകാര് കണ്ട സമയത്ത് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇന്നും അവനെ ശരിയായിട്ട് നടക്കാനൊക്കാത്ത രീതിയില്ല. ഞങ്ങൾ അന്ന് തൊട്ട് വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നു അതിനൊരു വിടുതൽ ഈ നിമിഷം വരെയും ആ ഒരു വിഷയത്തിന് വിടുതലില്ല. തമ്പുരാൻ ഒരു പ്ലാൻ ഉണ്ട്, പദ്ധതി ഉണ്ട്. ആരിൽ നിന്ന് വേണം വിടുതലെന്ന് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന മുടക്കാതെ ഇങ്ങനെ പ്രാർത്ഥന എനിക്ക് വേണ്ടിയാ എന്റെ മോന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥനയെ ചോദിക്കുന്നത് കേട്ടോ. പിന്നെ ഇനി ഒരു വലിയ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്റെ മോളും ഞാനും കൂടെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാള് സുഖമില്ലാതെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അപ്പൊ ഞങ്ങൾ അവർക്ക് അന്നത്തെ ഫുഡായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടുള്ള ഫുഡ് ഒരുക്കിക്കൊണ്ട് ഞാനും മോളും കൂടെ ആ ഹോസ്പിറ്റലിൽ ചെന്ന് ആ രോഗിയെ കാണാൻ ചെന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞു. രോഗി കിടക്കുകയൊന്നുമല്ല, അവര് കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ അന്നേരം ആ ആളിനോട് പറഞ്ഞു, ഞാൻ ഈ ഹോസ്പിറ്റലിലൊന്നും ഇവർക്ക് രോഗികൾക്ക് വേണ്ടി എനിക്ക് അങ്ങ് അനേകർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു വെപ്രാളം എനിക്ക് അങ്ങുണ്ട്. അപ്പൊ ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, ഞാൻ ഇവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് റൂം കയറി ഇറങ്ങി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അന്നേരം ആ സ്ത്രീ പറഞ്ഞു, അതിനെന്താ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വന്ന് ഇവർക്ക് കൊണ്ടുവന്ന സാധനം അവിടെ വെച്ചിട്ട് അവരുടെ സുഖം അന്വേഷിക്കുന്നതിന് അവര് കാര്യം പറയുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രീതി വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ വീണ്ടും റൂമിലോട്ടാ ഞാനും മോളും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ പല റൂമുകളിൽ കയറി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ആ ഹോസ്പിറ്റലിന്റെ ഏറ്റവും തലവത്തായിട്ട് ആ സ്ഥാപനം നടക്കുമ്പോഴുള്ള ഏറ്റവും ആളിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അവിടെ പ്രായം ഒരു 10-93 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാ. അവിടെ മാത്രം കയറരുതെന്ന് ഞാൻ എന്റെ പേഷ്യന്റായിട്ടുള്ള എന്റെ സുഹൃത്ത് പറഞ്ഞു. അപ്പം ഞാൻ മുറിയിലോട്ട് എല്ലായിടവും പോയിട്ട് വന്നപ്പോ ഒരു ഡോറിന്റെ ഭാഗത്തൂടെ ഈ അമ്മച്ചി കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പം 3-4 സിസ്റ്റേഴ്സും അവിടെ. ഞാൻ ധൈര്യമായിട്ട് അവര് പറഞ്ഞു ആ റൂമിൽ മാത്രം പോകരുതെന്ന് എന്റെ പേഷ്യന്റായിട്ടുള്ളവര് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞാ വിടുന്നത് ആ റൂമിൽ മാത്രം പ്രാർത്ഥിക്കരുതെന്ന്. ഞാൻ എല്ലായിടവും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആ റൂമിൽ കയറിയപ്പോഴ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ധൈര്യം എന്റെ ദൈവം തന്നെങ്കിലും അടൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്റെ മരുമോളും ഞാനും വേറെ സുഹൃത്തുക്കളായിട്ട് ലഘുലേഖയൊക്കെ കൊടുക്കാനും പ്രാർത്ഥിക്കാനുമായിട്ടുള്ള മുൻപരിചയവും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോ പെട്ടെന്ന് എനിക്ക് പ്രാർത്ഥിക്കണമെന്നൊരു തോന്നൽ വരുന്നത്. അപ്പോഴേ എനിക്ക് ഈ സ്ത്രീക്ക് വേണ്ടി, ഈ സ്ത്രീയല്ല അവരുടെ ഏറ്റവും വലിയൊരു ഹെഡാ മേറ്ററിനോ ആരാന്നൊന്നും എനിക്കറിയത്തില്ല. ഞാന് ആ മുറി തുറന്ന് അവിടോട്ട് ചെന്ന് അന്നേരം ആ സിസ്റ്റേഴ്സ് 2-3 സിസ്റ്റേഴ്സ് ഉണ്ട്. വലിയ പ്രൗഢിയിലിട്ടേക്കും ആ അമ്മച്ചിയെ. ആ കിടപ്പ് കാണുമ്പോഴേ അറിയാം ഇവര് കൊച്ചാളുകളല്ല, വലിയ ഏതോ കൂടിയ ആളാന്ന് നമുക്ക് അവരുടെ ആ കിടപ്പ് കാണുമ്പോ തന്നെ ഇട്ടേക്കുന്ന രീതികൾ കാണുമ്പോ തന്നെ അറിയാം. അപ്പം ഞാൻ അവിടെ പ്രാർത്ഥിച്ചോട്ടെ എന്ന് ആ സിസ്റ്റേഴ്സ് ഇവർക്ക് കൂട്ടു നിൽക്കുന്ന ആ ഹോസ്പിറ്റലിലെ സിസ്റ്ററിനോട് ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ആ റൂം നിറച്ച് വേറുള്ളവരും കൂടെ വന്ന് ഈ പ്രാർത്ഥനയെ പങ്കെടുത്തു കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ റൂം വിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം. അമ്മച്ചി പ്രാർത്ഥന സമയത്ത് ഈ അമ്മച്ചി കരയുന്നത് ഞാൻ കണ്ട്. ആ കണ്ണുനീര് കണ്ടപ്പോ ഞാൻ വിചാരിച്ച ആ അമ്മച്ചിയുടെ മനസ്സ് പൊടിഞ്ഞല്ലോ. ഈ പ്രാർത്ഥന ഈ പള്ളിക്കാരല്ലേ, ഇവർക്ക് വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാൻ ഒന്നും അറിയത്തില്ല, അവർക്ക് പാരമ്പര്യം പറയാനേ അറിയത്തുള്ളൂ. അവരുടെ കരച്ചിൽ കണ്ടപ്പോ എനിക്കതാ മനസ്സിലായത്. അല്ലേ ഈ പ്രാർത്ഥിച്ച് മുറിയിൽ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ആ ഹോസ്പിറ്റലിന്റെ ഏറ്റവും തലവത്തിരിക്കുന്ന
ഒരു മേട്രിൻ വന്നിട്ട് നിങ്ങളോട് ആര് പറഞ്ഞു ഈ മുറി കയറി പ്രാർത്ഥിക്കാൻ, ആര് പറഞ്ഞെന്ന് പറഞ്ഞ് ഇവരെന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ട് ഇല്ല അറക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, നമുക്ക് ഈ വേടൊക്കെ പറയാൻ പറ്റത്തുള്ളല്ലോ, അറക്കാൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെ എന്നെയും മോളെയും കൂടെ ഇങ്ങനെ മുന്നോട്ട് തള്ളി കൊണ്ടുപോകുക. അപ്പം വലിയ ഹോസ്പിറ്റലാ. അപ്പോ പല വിധത്തിലുള്ള രോഗികള് പല ഡോക്ടേഴ്സിനെ കാണാനിരിക്കുന്നവരെല്ലാം ഈ വരാന്തയിൽ ഇങ്ങനെ നിരന്നിരിക്കുവേ. രണ്ട് കള്ളപ്പുള്ളികളെ കൊണ്ടുപോകുന്ന പോലെ ഈ സിസ്റ്റർ ഞങ്ങളെയും കൊണ്ടുപോകുക. എന്നിട്ട് പറഞ്ഞോണ്ട് പോവുക കൊല്ലക്കുടലിൽ സൂചി വയ്ക്കാൻ ഇറങ്ങിയേക്കുക, വേറെ പണി നോക്ക്, വേറെ എവിടെയെങ്കിലും പോയി താവളം തേടുന്നുകൊണ്ട് ഇവര് വേണ്ടാത്ത വീടുകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ ആ ഗേറ്റ് കടത്തി ഇങ്ങനെ വിട്ട്. പക്ഷെ ഈ ഞങ്ങൾ കാണാൻ ചെന്ന രോഗി എന്റെ വീടിന്റെ അടുത്തുള്ളതല്ലയോ, അവരോട് പറഞ്ഞെന്തോ മടങ്ങി വരുമ്പോ പ്രാർത്ഥിക്കാമെന്ന് അവരോട് പറഞ്ഞ് ഞങ്ങൾ അവരുടെ അടുത്ത് തിരിച്ചു വരാനുള്ള സന്ദർഭം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങള് അവരോട് വീട്ടിൽ വന്നതിന് ശേഷം ഫോൺ ചെയ്ത് ഞങ്ങള് മുറ്റത്തുനിന്ന് ഒരു ഓട്ടോ, അവിടുന്ന് ഞങ്ങൾക്ക് ഒരു ഓട്ടോ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ഇനി പോന്ന്, അതുകൊണ്ട് വീട് വന്നതിന് ശേഷം ഇനി പ്രാർത്ഥിക്കാം എന്ന് പറയണ്ട. അവരോട് ഈ വിവരം പറഞ്ഞ അവരോട് ഞാൻ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നവര്. അപ്പൊ അവര് വിചാരിക്കും ഇവര് കേറുന്നിടമൊക്കെ ഇവരെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുക, ഇവരെ എന്തോ മാനിക്കാനോ ഇവര് പറയുന്ന എന്തോ കേൾക്കാനോ ഇവർക്കൊരു പുച്ഛം ഉണ്ടാവുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ മറച്ചു വെച്ചിട്ട് കള്ളം പറഞ്ഞു ഒരു ഓട്ടോ ഇങ്ങോട്ട് വീട്ടിലോട്ട് വരാൻ ഒരു ഓട്ടോ കിട്ടിയപ്പോ പെട്ടെന്ന് ഇങ്ങനെ കേറി പോന്ന് ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടു. ഞങ്ങളുടെ ദൗത്യം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അനേകരോട് സുവിശേഷം ഇനി ഏത് പോയിന്റ്. പിന്നെ ഇതിനിടയ്ക്ക് എനിക്കൊരു എല്ലായിടും ദൈവ കൃപയാണ്, ദൈവം കാണിച്ച മിറക്കിളുകള്. അപ്പോഴാ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്റെ ആ കൈയുടെ അതവിടെ നിൽക്കുന്ന ഒരു മരുന്ന് പിന്നെ കഴിച്ചില്ല, ഒരു മരുന്ന് ഈ സമയം വരെ കഴിച്ചില്ല. എനിക്ക് മെനിഞ്ചൈറ്റിസ് എന്ന അസുഖം പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ പിന്നെ എനിക്കുണ്ടായി. അതും ഒരു മാരക രോഗമാണ്. ആ രോഗം വന്നാൽ ഞാൻ പാരലൈസ് ആവാനുള്ള സാധ്യതയുണ്ട്, ഓർമ്മ കുറയാനുള്ള എനിക്കിപ്പോ ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് 72 വയസ്സിന്റെ ഓർമ്മ എന്റെ തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു മെനിഞ്ചൈറ്റിസിന്റെ അസുഖം വന്നു. 25 ദിവസം മെഡിക്കൽ കോളേജിൽ എന്നെ ഒരു കോമ രീതിയിൽ അവിടെ ഇട്ടിരുന്നു. എന്നെ കട്ടിൽ കൈയും കാലും കെട്ടിയാ ഇട്ടേക്കുന്നത്. അപ്പൊ ആ രംഗങ്ങളൊക്കെ ഒന്ന് ഓർത്തോ. ഇങ്ങനെ ഈ അസുഖം വരുന്നവര് രക്ഷപ്പെടുക ചുരുക്കവേ ഉള്ളൂ. എന്റെ അപ്പുറം ഇപ്പുറം ഉള്ളവര് ഈ രോഗത്താൽ കൊണ്ടിടുന്നവരുടെ ബോഡിയാ അവരുടെ വീട്ടുകാർ കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്ക് കൂട്ടിരിക്കുന്നവരും വിചാരിക്കും ഇവരായിരിക്കും ഇനി അടുത്ത എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ 25 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് രോഗത്തിന് ഒരിതൊക്കെ ആയി. അപ്പോഴിവിടെ പ്രാർത്ഥന ഭയങ്കര രീതിയിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. എന്റെ അപ്പച്ചൻ അവിടെ നിന്നും വിടുവിച്ച് അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് 25-26 ദിവസം കഴിഞ്ഞപ്പോ എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറായിട്ടുള്ള ഒരു ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. എന്നെ ഇങ്ങനെ കൊണ്ടുപോയെന്നും ഇങ്ങനെ സീരിയസ് ആണെന്നും ഒക്കെ അപ്പൊ ദേശത്ത് വിളംബരമായി. ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നു അറിഞ്ഞുകൊണ്ട് എന്നെ കാണാനായിട്ട് ഈ ഡോക്ടേഴ്സ് 2 പേരും കൂടെ വരുക. അപ്പൊ എന്നെ ചികിത്സിച്ച ആ ഷീറ്റ് അവർക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഇവര് മൂക്കത്ത് കൈവച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇവര് രക്ഷപ്പെട്ടു വന്നല്ലോ എന്നുള്ള രീതി അവർക്കും ഒരു അതിശയം. പിന്നെ എന്തിനു പറയുന്നതിന് കുറെ കഴിഞ്ഞപ്പോ ഞാനൊരു LICക്ക് ചേർന്നു. അപ്പൊ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ ഈ ഡോക്ടർ എടുത്തോട്ടാ ഈ LICയുടെ ഏജന്റിനെ കൊണ്ടുപോകുന്നത്. അപ്പോഴീ നാക്കെടുത്തു ഈ ഡോക്ടർ ചോദിക്കുന്നത് ആ ഏജന്റിനോട് ചോദിക്കുന്നത് ഈ പുള്ളിയെ കിട്ടിയുള്ളൂ, വേറെ ആരെയും കിട്ടിയില്ല. ഇവർക്കറിയാം ഏത് നിമിഷം ഞാൻ തട്ടിപ്പോവാൻ അവസരത്തില ഇരിക്കുന്ന ഈ ഡോക്ടർ. എന്തായാലും എനിക്ക് സർട്ടിഫിക്കറ്റും കിട്ടി. എന്തായാലും ആ LICയുടെ പൈസയും മേടിച്ച് വർഷങ്ങൾ കഴിഞ്ഞെങ്കിൽ എന്റെ അപ്പൻ എടുത്തില്ലെന്ന് പറഞ്ഞാൽ എന്റെ അപ്പൻ എന്നെ കുറിച്ച് പല പല കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. എന്നെ അന്ന് തട്ടിക്കൊണ്ടു പോയപ്പം ജീവൻ എടുക്കുവോ, ഈ 2 അസുഖത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാതെ ഇരിക്കുകയോ ചെയ്തു കഴിഞ്ഞാല് എന്റെ ഭവനത്തിൽ ഒരു ആരാധന നടക്കുവോ, ഒരു ആരാധനാലയം ഉണ്ടാവുമോ, IPC പെനിയൽ ചർച്ച് എന്നൊരു നാമധേയം ഉണ്ടാവുമോ? ചെയ്യുകയില്ല. അതിന് ദൈവം എന്നെ കരങ്ങളിൽ എടുത്തെങ്കിലേ അനേകർ എന്നിലൂടെ വിടുവിക്കേണ്ടതായിട്ട് എന്റെ അപ്പൻ എന്നെ കുറിച്ചുള്ള പദ്ധതി ഉണ്ടായിരുന്നു. അത് ലോക സ്ഥാപനത്തിന് തന്നെ എന്റെ അപ്പൻ എന്നെ കണ്ടിരുന്നു.
ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അങ്ങനെ എത്ര മഹത്വം എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ആ രീതിയിലാ ദൈവം എന്നെ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകരെല്ലാം ഈ കോവിഡ് കാലത്ത് പോയി ഇഞ്ചക്ഷൻ എടുത്ത്, ഞാൻ പോയില്ല. എനിക്ക് എന്റെ ദൈവം തന്ന ആയുസ് ദൈവത്തിനറിയാം എപ്പം എടുക്കണം എപ്പം ജീവിപ്പിക്കണം എന്നറിയാം. ഞാൻ പിന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് എന്റെ ജീവനെ പുനരുജ്ജീവിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആ ധൈര്യപ്പെട്ട് ഈ ദേശത്ത് ഇഞ്ചക്ഷൻ എടുക്കാത്ത വയസ്സ് എന്നവരുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്നെ അവിടെയും ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ച്. എന്റെ ഹസ്ബൻഡിന്റെ മരണത്തെ പറ്റി പറയാന് പിന്നെ ഇങ്ങനെ പിന്നെ അവിടുത്തെ ട്രീറ്റ്മെന്റിലൊക്കെ ആയിട്ടിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് 2 മാസം വീട്ടിലൊക്കെ ഇരുന്ന് ചികിത്സിച്ച അനേക സുഹൃത്തുക്കള് ഹസ്ബൻഡിനെ കാണാൻ വരുമായിരുന്നു. വലിയ ബിസിനസ്മാൻ അല്ലേ, അപ്പം വീട്ടിനകത്ത് എപ്പോഴും അങ്ങ് സന്ദർശകരുണ്ട്. പിന്നെ ഹസ്ബൻഡിനെ കാണാൻ വരുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന മരണത്തിന്റെ ഞാനൊരു 10-20 വർഷം മുതൽ എല്ലാ ഫ്രൈഡേ എനിക്ക് 6 മണി തൊട്ട് 6 മണി വരെ ഉപവാസമാണ്. അത് ഈ സമയം വരെ ഇന്നലത്തെ ഫ്രൈഡേയും ഞാനത് അനുഷ്ഠിച്ച്. എന്റെ ദൈവം ഒരു പനി വരുമ്പോഴേ എനിക്ക് ഒരു വയ്യെങ്കിലും എന്റെ പിള്ളേര് പറയും ഇന്ന് അമ്മ ഉപവസിക്കണ്ട, അമ്മയ്ക്ക് ഇന്ന് കെൽപ്പില്ല. ഞാൻ പറയും എന്റെ ദൈവം എനിക്ക് ബലം തന്നെ, എനിക്ക് ഉപവസിച്ചുകൂടെ? ഞാൻ അവരെ കണ്ണിച്ചിട്ട് ഞാൻ ഉപവസിക്കും. ഒരു ഉപവാസം പോലും മുടക്കിയിട്ടില്ല. ഉപവാസം എന്റെ ഹസ്ബൻഡിനും ഇതൊരു തീഷ്ണത. ഉപവാസം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഞങ്ങള് കോന്നിയിൽ ഒരു കല്യാണത്തിന് പോയി ഞങ്ങള് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പം പിന്നെ ഞാൻ ഇങ്ങനെ ഭക്ഷണത്തിൽ ഒരു വെള്ളിയാഴ്ചയാ ഞാനൊരു ഭക്ഷണത്തിലോട്ട് കൈ വെക്കുകയും എന്റെ അടുത്തിരുന്ന ചേട്ടൻ എന്നെ ഇങ്ങനെ കിറുമ്പിയിട്ട് വെള്ളിയാഴ്ച 6 മണിയായില്ലെന്നൊരു പറച്ചിൽ പറഞ്ഞു. അപ്പോഴത്ര ഞാനങ്ങ് മറന്നുപോയി ഞാൻ ഉപവാസമാണല്ലോ എന്ന്. ഞാൻ അപ്പോഴും എന്റെ ഹസ്ബൻഡ് എനിക്ക് അതിന് മുടക്കം വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു രീതിയാണ്. എന്റെ ഹസ്ബൻഡ് ഇവിടെ അസുഖമായിട്ട് കിടന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആളുകൾ കാണാൻ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അസുഖം അങ്ങ് കൂടുതലായി. ആ ലാസ്റ്റ് സ്റ്റേജിലെ കാര്യം പറയുക. ഞാൻ ഹസ്ബൻഡിന് വേണ്ടി ഇങ്ങനെ പിന്നെ അന്ന് എന്റെ ഹസ്ബൻഡ് മരിക്കുന്ന ഒരു വെള്ളിയാഴ്ച അന്ന് എനിക്ക് ഉപവാസമാണ്. അപ്പൊ എന്റെ മരുമോളെ ഞാൻ എന്റെ മോടെ കൂടെ താമസം, അവര് കുഞ്ഞുങ്ങൾ തന്നെയുള്ളല്ലോ. അപ്പൊ ഞാനും ഹസ്ബൻഡും അവർക്കൊരു കാവലായിട്ട് ഇങ്ങ് പോന്നേക്കുവാ. അങ്ങനെ തന്നെ വേണം പറയാന്. അങ്ങനെ വീട്ടിൽ പോന്നേക്കുവാ. അപ്പൊ ഹസ്ബൻഡ് വയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയം, പിന്നെ മരണത്തോട് അടുക്കുന്ന സമയം, ഞാന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ മരിക്കുന്നതിന് കുറച്ചു ദിവസം മുന്നേ എന്റെ ഹസ്ബൻഡിന്റെ തലയല്ല മൂക്കി പഞ്ഞു വെച്ച് ഒരു രൂപം കണ്ട്. ഇങ്ങനെ ഞാൻ രാത്രിയിലുമല്ല പകല് ആ റൂമിൽ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കട്ടിലെ ഞാനൊന്ന് പകൽ സമയം മയങ്ങി. അപ്പം പിന്നെ ഇങ്ങനെ മൂക്കി പഞ്ഞു വെച്ച് ഒരു രൂപം ഞാൻ കണ്ട്. എന്റെ ഹസ്ബൻഡും അല്ലല്ലോ എന്നുള്ള ചിന്ത ഇങ്ങനെ ഞാൻ കണ്ടപ്പോ ഞാൻ ചാടി എണീറ്റിട്ട്, കർത്താവെ ഇനി ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലയോ, ഇതെന്നെ കാണിച്ചത് ഇനി അധികം നാളില്ലല്ലോ എന്നുള്ള എനിക്ക് പെട്ടെന്ന് അതൊരു ബോധ്യം വരുക. ഇത് പെട്ടെന്ന് അങ്ങനെ ഒരു ബോധ്യം വന്ന് ഞാൻ പിന്നെ എനിക്ക് ആയുസിനെ നീട്ടിത്തരണേ എന്നൊന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല. എനിക്കറിയാം തീരാറായ ഒരു രീതിയാണ് അത് കാണിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. ഞാനിത് ഇവിടെ ഉള്ളവരോട് മാത്രം ഞാനത് പറഞ്ഞു. പിന്നെ അന്ന് എന്റെ മരുമോള് ആ വെള്ളിയാഴ്ച എന്നും അച്ഛനെ കാണാൻ അവള് വരും. അച്ഛന്റെ ബെഡിൽ ഇവള് മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഇവൾ 5 എന്നൊരു അക്കം കണ്ട്. ഇവള് എന്റെ മരുമോളി എന്ന് മോനോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ 5 എന്നൊരു അക്കം കണ്ട്, എന്തുവാന്ന് മുമ്പുമില്ല വെമ്പുമില്ല എനിക്ക് എന്ത് വന്നത് മനസ്സിലായില്ല ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇങ്ങനെ അതവിടെ. അപ്പൊ ഈ വെള്ളിയാഴ്ച ദിവസം എനിക്ക് ഉപവാസത്തിലിരിക്കുമ്പോ ഞാന് ദൈവവചനം പറഞ്ഞ് ബലപ്പെടുത്തി സ്നാനപ്പെടുപ്പെട്ട ഒരു കൂട്ടാളി എന്ന് പറഞ്ഞ ആ ആള് എന്റെ ഹസ്ബൻഡിനെ കാണാൻ വരുക. അവര് വീട്ടിൽ നിന്നൊക്കെ വിട്ടുപോയി. അവർക്ക് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവര്. അവര് പന്തളം ഞങ്ങൾ സ്നാനപ്പെട്ട ചർച്ചിൽ തന്നെ ആ ദൈവദാസന്റെ അടുത്ത് അവര് ആരാധനയ്ക്ക് പോകുന്നത്. അവരും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ സ്നാനപ്പെട്ട്. അങ്ങനെ ആ ദൈവദാസി പിന്നെ സഹായി എന്റെ ഹസ്ബൻഡിനെ കാണാൻ വന്ന സമയത്ത് പിന്നെ ഞാൻ എന്റെ മോളോട് പറഞ്ഞു, നീ 4 മണി സമയമായി, നീ പോയി ചായ ഇട്ടുകൊണ്ട് വാ. എനിക്ക് അവരെ കണ്ട സന്തോഷത്തില് ഞാൻ ഇങ്ങനെ സുവിശേഷം പറയാൻ, എനിക്ക് അവരോട് സുവിശേഷം പറഞ്ഞെങ്കിലും അവരറിയാത്തതായ ഒരു കാര്യം എന്റെ വീട് വിട്ടു പോയണൊക്കെ. പിന്നെ ഒരു സംഭവം ഉണ്ട്. ഞാനൊരു പ്രയറിന് പോയ കൂട്ടത്തില് ഒരു പുസ്തകം എന്റെ ഈ കിട്ടാൻ ഇടയായി. കൊറിയക്കാരി ചൂനാം എന്ന ഒരു
ഒരു ദൈവദാസി എഴുതിയ ഒരു പുസ്തകമാണ്. കൊറിയയിൽ നിന്ന് അത് ഇഷ്യൂ ചെയ്തേക്കുന്നത്. ആ പുസ്തകം പിന്നെ അതിനകത്ത് ഉള്ളടക്കം സ്വർഗം തികച്ചും യാഥാർത്ഥ്യം, നരകം തികച്ചും യാഥാർത്ഥ്യം എന്നുള്ള ഒരു ചെറിയ പുസ്തകമാണ്. ഇത് വായിച്ചിട്ട് ഞാൻ അനേകർക്ക് അങ്ങ് കൊടുത്തു. വായിക്കും തോറും എനിക്കിത് ഈ അറിഞ്ഞ വിശ്വാസികളെല്ലാം ഇത് അറിയണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഈ പുസ്തകം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഈ പുള്ളിക്കാരി എന്റെ ഹസ്ബൻഡിനെ കാണാൻ വന്നപ്പോഴേ മോള് ചായയും കൊണ്ട് വന്നു. ഞങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ടിരുന്ന് ഞാൻ ഇവരോട് ഈ സുവിശേഷം പറയുക. എന്റെ ഹസ്ബൻഡിന്റെ ജീവൻ പോകുന്ന സമയത്തോ അന്നേരം സ്വർഗത്തെ കാര്യം പറഞ്ഞു കേട്ടോണ്ടാ എന്റെ ഹസ്ബൻഡിന്റെ ജീവൻ പോകുന്നത്. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കറിയാം ഹസ്ബൻഡ് നരകത്തിലോട്ടല്ല പോകുന്നത്. പിന്നെ മരിച്ച് നമ്മൾ നിലവിളിച്ചോണ്ടും കരഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. അപ്പം പിന്നെ ഇങ്ങനെ ഈ വന്ന സഹായിയോട് ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറച്ചില് ഇതാവും. എനിക്ക് ആ സുവിശേഷത്തിലോട്ടാ എന്റെ ഇൻട്രസ്റ്റ് എല്ലാം. ഈ പുസ്തകത്തിൽ ഞാൻ വായിച്ച കാര്യം ഇവരോട് അങ്ങ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം 3-4 സ്പൂൺ ചായ എന്റെ ഹസ്ബൻഡ് കുടിച്ച് ലൈറ്റ് മാറി ഓക്കെ 3-4 ചായ ഞാനിങ്ങനെ കോരിക്കൊടുത്ത് കുടിച്ചു കഴിഞ്ഞപ്പോഴും ആ സഹായി എന്നോട് പറയുക, നിർത്തിയേ, വേണ്ട ചായ ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ഞാൻ ആ ചായ അവിടെ മാറ്റി വെച്ച് എന്റെ പറച്ചിൽ നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ തല കുലുക്കി ഹസ്ബൻഡിനെ വിളിക്കുമ്പം പിന്നെ ഒരു ചലനവും ഇല്ലാത്ത രീതിയിൽ ചായ വായിന്നെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അപ്പൊ പെട്ടെന്ന് തന്നെ മോളോട് പറഞ്ഞു, സീമേ എളുപ്പം ഒരു ഡോക്ടറെ വിളിച്ചോണ്ട് വന്നി. അവള് പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിച്ചോണ്ട് അപ്പൊ അവൾ ആ 5 മണി കണ്ടല്ലോ. അവള് പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് പിന്നെ പൾസൊക്കെ നോക്കി കഴിഞ്ഞപ്പോ ഡോക്ടർ ഒന്നും മിണ്ടാതെ ഡോക്ടർ അങ്ങ് പോയി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എന്റെ ഹസ്ബൻഡ് ഈ ലോകം വിട്ടുപോയി എന്നുള്ള ഒരു ഉറപ്പായി. അതുപോലെ തന്നെ എന്റെ അമ്മായിയമ്മ ഈ വീട്ടിൽ മരിക്കുമ്പോഴും ഈ സഹായിയുണ്ട്. ഈ സഹായി ഞാനും അമ്മയ്ക്ക് അസുഖം കൂടിയെന്നുള്ള ഒരു ചിന്തയിലോട്ട് വല്ലപ്പോഴും എന്റെ വീട്ടിലോട്ട് വരത്തുള്ളൂ. അപ്പൊ എന്റെ അമ്മായിയമ്മയെ കാണാൻ വന്നതാ ഈ സഹായി. അപ്പം എന്റെ അമ്മായിയമ്മ ഈ സഹായി ഞാനും കൂടെ അമ്മയുടെ കൂടെ രാത്രിയിൽ അമ്മയുടെ റൂമിൽ കിടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പം ഈ അമ്മ മരിച്ച് ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അമ്മ മരിച്ചു. അപ്പോഴും എന്റെ സുഹൃത്ത് എന്നോട് പറയാ, വിജയമ്മേ അമ്മ മരിച്ച്. അങ്ങനെ ഈ 2 മരണം, മോന്റെ മരണവും അമ്മയുടെ മരണവും ദൃക്സാക്ഷിയ ഞാന് പിന്നെ ഈ രക്ഷയില് കർത്താവിന്റെ വചനം പറഞ്ഞ് രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഈ ദൈവദാസി അത്രയും സഹായി ആരും എനിക്കെന്ന് വേണം ചുരുക്കി പറഞ്ഞാല്. എന്തുവാ ഒരു 5 മിനിറ്റ് 5 മണിന്ന് കണ്ടത് 5 മണിക്കാണോ മരിച്ചത്? 5 മണിക്ക് തന്നെയായിരുന്നു അന്ന് ഹസ്ബൻഡ് മരിച്ചത്. അത് ഭയങ്കര ഒരു അത്ഭുതം, ഒരു ദിശയിൽ എന്തുവായിരുന്നു ദൃശ്യമുള്ള മരിപ്പിന് അതിന് ഇച്ചിരി ഉണ്ട്. അന്ന് വെള്ളിയാഴ്ച ഹസ്ബൻഡ് മരിക്കുന്നു. പിന്നെ ശനിയാഴ്ച അടക്കം എല്ലാരും ഇങ്ങനെ ദേവദാസിമാർ അനേകരുണ്ട്. ഞങ്ങളുടെ എന്റെ രക്തബന്ധത്തിൽപ്പെട്ടവരും അവിശ്വാസികളും ആ ദേശത്തുള്ളവരെല്ലാം ഉണ്ട്. അവിടുത്തെ പ്രാർത്ഥനയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ എന്റെ രക്തബന്ധത്തിൽപ്പെട്ടവർക്ക് കോന്നി, വള്ളുകുന്നം ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നൊരു ഹിന്ദു ആചാരപ്രകാരമല്ല, ക്രിസ്തീയ രീതിയിലല്ലേ ഹസ്ബൻഡിനെ അടക്കുന്നത്. അപ്പൊ ഇത് കേട്ടിട്ടുണ്ട്. കുറച്ചു പേരൊക്കെ വേണ്ടപ്പെട്ടവരെല്ലാം പൊടി തല്ലി ഇവരങ്ങ് പോയി. അപ്പം എനിക്കൊരു ഞാൻ എന്റെ മോനോട് ചോദിച്ചടാ, അപ്പോഴേ ഇന്നലെ ഉപവാസമായിരുന്നു. ഇന്ന് എത്ര മണിയായി? അന്ന് ഒരു 12 മണിയോളം ആവും ശനിയാഴ്ച അടക്കമൊക്കെ ആവുന്ന സമയത്ത് എനിക്കൊരു ശകലം ഒരു ബലമൊന്നും ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നു. ഞാന് എന്റെ മോനോട് പറഞ്ഞ്, മോനെ അച്ഛനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ അതിനു മുമ്പ് എങ്ങും ഇങ്ങനെ കുടുംബത്തിലുള്ളവര് ദേവദാസന്മാര് സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്, വീട്ടിലുള്ളവര് സാക്ഷ്യം പറയുന്നത് ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ മോനൊരു ധൈര്യം വന്നില്ല. പരിശുദ്ധാത്മാവ് ഉള്ളവർക്കെല്ലാം ഈ ധൈര്യം വരത്തുള്ളൂ, അല്ലാത്തവര് വീഴുമല്ലോ. അപ്പൊ മോൻ അത് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ മരുമോളോട് ചോദിച്ചു, നിനക്ക് പറ്റുമോ? എന്നിട്ട് മരുമോൾക്കും പറ്റത്തില്ല. അവളും പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേലും അവരുടെ മുഖഭാവം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവരെ കൊണ്ട് നടക്കത്തില്ലെന്ന്. ഞാൻ ദേവദാസിനോട് പറഞ്ഞു, ഞങ്ങളുടെ അന്ന് സഭയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ദേവദാസിനോട് ഞാൻ പറഞ്ഞു, ഞാൻ 5 മിനിറ്റ് നേരം
സാക്ഷീകരിക്കാന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിന്ന് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു അടക്കത്തിന്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഒരു പുതിയതായിട്ടൊരു കാര്യം പറയേണ്ടതില്ല, ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും പറഞ്ഞു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട അടക്കം ചെയ്ത് ഇങ്ങനെ കർത്തൃസന്നിധിയിൽ ഇപ്പോൾ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്റെ ഹസ്ബൻഡ്. എനിക്കൊരു കരച്ചിലൊന്നും വന്നില്ല. അപ്പോഴും അത് വേണ്ടപ്പെട്ടവര് പറഞ്ഞു, ഭർത്താവ് മരിച്ചു കിടക്കുന്നു, അവര് പ്രസംഗിക്കുന്നു, ഒരുപാട് തള്ളൽ ഇങ്ങനെ ഏറ്റുകൊണ്ടിരിക്കുമായിരുന്നു എല്ലാവരുടെ മുമ്പിൽ. എനിക്കിപ്പോഴും ഒരു ധൈര്യം, എനിക്കറിയാം ഞാൻ മരിച്ച് എത്തപ്പെട്ടാൽ എന്റെ ഹസ്ബൻഡിനെ എനിക്ക് അവിടെ കാണാമെന്നുള്ള ഒരു പൂർണ്ണ ധൈര്യമുണ്ട്. എന്റെ അമ്മായിയമ്മയും കാണാം, എന്റെ ഹസ്ബൻഡിനെയും കാണാം. ബാക്കിയുള്ളവർ എന്റെ സ്വന്തം അമ്മയോ സ്വന്തം അച്ഛനോ അവർക്കൊന്നും ഇതറിയാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്ത് പറയാൻ, എല്ലാവർക്കും ഈ ഭാഗ്യം ദൈവം കൊടുക്കത്തില്ലല്ലോ. അങ്ങനെ ഒരു രീതിയിലായിരിക്കുന്നു. അപ്പം എന്റെ മോടെ ഭവനത്തിനും പ്രാർത്ഥനയുണ്ട്, വെള്ളിയാഴ്ച പ്രാർത്ഥനയുണ്ട്. അവിടെ മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ ചൊവ്വാഴ്ച പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ പ്രാർത്ഥനയുണ്ട്. ബാല്യക്കാർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും നമ്മുടെ ദൈവഭാഗത്താക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളായാലും മരുമക്കളായാലും കൊച്ചുമക്കളായാലും ഞങ്ങൾ ദൈവനാമത്തിനു വേണ്ടി ഇങ്ങനെ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എത്രത്തോളം സമയം എന്റെ ജീവിതാനുഭവം സാക്ഷീകരിക്കുവാൻ ജോയിസ് ടി മിനിസ്ട്രി തന്ന ആ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഓക്കെ അമ്മച്ചി, കർത്താവ് സഹായിക്കട്ടെ. ഈ ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ആ ഹൃദയത്തിന്റെ ആഗ്രഹം ആയിരുന്നല്ലോ. ഹല്ലേലൂയ. ഈ സാക്ഷ്യങ്ങൾ ഇങ്ങനെ പറയുക എന്നുള്ളത്, അത് നമ്മുടെ ചാനലിലൂടെ പറയുവാൻ കർത്താവ് സഹായിച്ചു. ഇനി അനേക ഇടങ്ങളിലാണ് ഈ സാക്ഷ്യം പറയുവാൻ പ്രിയ അമ്മച്ചിയെ കർത്താവ് സഹായിക്കട്ടെ. എല്ലാ ആശംസകളും കർത്താവിന്റെ നാമത്തിൽ നേരുന്നു. കർത്താവ് ശരീരത്തിന് ബലവും ആരോഗ്യം ഒക്കെ തരട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ചുരുക്കം ചില വാചകങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന നിത്യമാൻ രാജാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു പിതാവേ. സ്തോത്രം. അപ്പ എന്റെ അനുഭവ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നതായ എല്ലാ മക്കളെയും ദൈവമക്കളെയും ആ പൊന്നു കരത്തിൽ ഹല്ലേലൂയ സ്തോത്രത്തോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ അനുഭവ സാക്ഷ്യം അനേകർക്ക് വിടുതലും അനുഗ്രഹവും ആകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിന് സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ അമ്മച്ചി. ഓക്കെ.